നമ്മുടെ രംഗനായകൻ ഒരു ഗവേഷണ പദ്ധതിയുമായിട്ട് കേരള വികസന പഠനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു മൈഗ്രേഷൻ കോൺക്ലേവ് സംഘടിപ്പിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ സർവകലാശാലയിലെ അധ്യാപകരും ഗവേഷണ വിദ്യാർത്ഥികളുമായി സംവദിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് പ്രൊഫസർ തോമസ് ഐസക് ഇവിടെ എത്തിയിരിക്കുന്നത്. ഈ സർവകലാശാലയുടെ പേരിൽ ഇവിടെ പങ്കെടുക്കുന്ന അധ്യാപകരുടെയും ഗവേഷണ വിദ്യാർത്ഥികളുടെയും എല്ലാവരുടെയും പേരിൽ ഞാൻ അദ്ദേഹത്തെ ഹാർദവുമായി സ്വാഗതം ചെയ്യുകയാണ്. ഈ യോഗത്തിന് അധ്യക്ഷം വഹിക്കുന്നത് നമ്മുടെ സിൻഡിക്കേറ്റ് അംഗം ഷാഹില ടീച്ചറാണ്. ഇതിനെ നടക്കുന്ന സംവാദത്തിനെ മോഡറേറ്റ് ചെയ്യുന്നതിന് ടീച്ചറാണ് ഇതിന്റെ മോഡറേറ്ററായിട്ട് നമ്മൾ നിയോഗിച്ചിരിക്കുന്നത്. ആ ടീച്ചറെയും നമ്മൾ ഔപചാരികയുടെ പേരിൽ സ്വാഗതം ചെയ്യുന്നു. ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഗവേഷണ വിദ്യാർത്ഥികൾ, അധ്യാപകർ, സംഘടനാ പ്രവർത്തകർ എല്ലാവരെയും ആർദ്രവുമായി സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ മക്കളിലേക്ക് നമ്മൾ ഡീൻ സോഷ്യൽ സയൻസ് ഡീനെ എത്തിയിട്ടുണ്ട്. എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. എന്താണ് ഇതിൻ്റെ ഈ റിസർച്ചിൻ്റെ മിഷൻ എന്നതിനെ സംബന്ധിച്ച് നമ്മളുമായിട്ട് സംസാരിക്കുന്നതിന് വേണ്ടി ഞാൻ ഐസക് സാറിനെ ക്ഷണിക്കുന്നു. സുഹൃത്തുക്കളെ, ഞാൻ ഇതുപോലെ ഇരുന്ന് വർത്താൻ പോകുന്നു. ഓക്കെ, ഫൈൻ, ഗുഡ്. ഞാനിതുപോലെ എല്ലാ സർവകലാശാലകളിലും പോകുന്നുണ്ട്. അതിൻ്റെ ഉദ്ദേശം നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയില് നമ്മുടെ അല്ലെങ്കിൽ കേരള സർക്കാർ ഇപ്പം അംഗീകരിച്ചിട്ടുള്ള ഒരു ലക്ഷ്യം കേരള സമൂഹത്തെ, കേരള സമ്പദ്ഘടനയെ വിജ്ഞാന സമ്പദ്ഘടനയാക്കി മാറ്റുക എന്നുള്ളതാണ്. എങ്ങനെ ഈ ലക്ഷ്യം കൈവരിക്കാം? അതിൽ നിർണായക പങ്ക് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലക്കുണ്ട്. കേരളത്തിന്റെ വികസനത്തിന്റെ ഇതുവരെയുള്ള ഘട്ടങ്ങളിൽ ദ പ്രൈം മൂവർ നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസവും അതിൻ്റെ ഗുണനിലവാരമാണ്. അതുപോലൊരു പങ്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് കേരളത്തിന്റെ വികസനത്തിന്റെ അടുത്ത ഘട്ടത്തിലുണ്ട്. എന്നാൽ അത് ദിശയിലേക്ക് നമുക്ക് നീങ്ങുന്നതിന് കഴിഞ്ഞിട്ടില്ല. ചർച്ചകൾ നടക്കുന്നുണ്ട്, ബട്ട് വി ആർ നോട്ട് മൂവിങ്. ഈ പശ്ചാത്തലത്തിൽ നമ്മുടെ എല്ലാം കോളേജുകളും യൂണിവേഴ്സിറ്റികളിൽ നിന്നും പഠിച്ച് ഇവിടെയെല്ലാം കേരളത്തിന് പുറത്ത് വിദേശത്തും മറ്റു സംസ്ഥാനങ്ങളിലും ജോലി ചെയ്യുന്ന അധ്യാപകരെയും ഗവേഷകരുടെ എണ്ണം എടുത്താൽ നമ്മുടെ കോളേജുകളിലും യൂണിവേഴ്സിറ്റികളിലുള്ള ആളുകളുടെ എണ്ണത്തേക്കാൾ കൂടുതൽ വരും. അത് നമ്മുടെ ഭയങ്കരമായ ഒരു അസറ്റാണ്. അവരെങ്ങനെ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖല റീസ്ട്രക്ചറിങ്ങിൽ പങ്കാളികളാക്കാം എന്നുള്ളൊരു വിഷയം സംബന്ധിച്ച് ഒരു ആശയവിനിമയം നടത്തുന്നതിനാണ്. അതിന് സഹായിക്കുന്ന ഒരു വലിയ സമ്മേളനം തിരുവല്ല വെച്ച് നടക്കുന്നുണ്ട്. അപ്പൊ അതിൻ്റെ പശ്ചാത്തലത്തിലാണ് നമ്മുടെ സർവകലാശാലകളിൽ ഇതുപോലുള്ള സെമിനാറുകൾ നടത്തുന്നത്. നൗ വിഷയത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ നമ്മുടെ വികസന കാഴ്ചപ്പാട് സംബന്ധിച്ച് ഒരു അരമണിക്കൂർ സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിനുശേഷം ഒരു 15 മിനിറ്റ് നമ്മുടെ സ്പെസിഫിക് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യത്തെക്കുറിച്ച് ഞാൻ പറയാം. ആരാ പവർ പോയിന്റിൽ നോക്കാം? Let's go over. Yeah. Next. Okay. Next. Fine.
Okay. Look. What's happening? Stuck. Anish. Okay, fine. Good. ഈ ഒരു സ്ലൈഡ് കഴിഞ്ഞൊരു 7 പതിറ്റാണ്ടിനിടയിൽ കേരളത്തിൽ വന്ന സാമ്പത്തിക മാറ്റങ്ങളുടെ രത്നച്ചുരുക്കമാണ്. കേരള യെസ്റ്റർഡേ 1957, കേരള ടുഡേ 2020. അന്ന് കേരള per capita income was one of the lowest in the country, 30% below the national average. This is the most dramatic change. Today's our per capita income is 60% above the national average. Now, this per capita income na parayunnengilum is per capita GDP, domestic product, how much income is produced in Kerala. We are receiving something like 1 lakh crores rupees remittances. That is not counted in the GDP. അതിൻ്റെ സെക്കൻഡറി ടെറിഷറി മൾട്ടിപ്ലയേഴ്സ് മാത്രമേ വരത്തുള്ളൂ. ഈ 1 ലക്ഷം കൂടി ചേർത്താൽ our per capita income would be something like double the national average. That's a big change, not a small change. Second, now as a result of this, our consumption levels are soared. ഞാൻ CDSൽ MPhil പഠിക്കാൻ വേണ്ടി ചേർന്നപ്പോൾ അവിടുത്തെ ഗവേഷണം ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച, ഇത്രയും കുറച്ച് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഈ മലയാളി ഇത്രയും ആരോഗ്യം ഉണ്ടാകുന്നത് എങ്ങനെ, ഇതായിരുന്നു ഇതിന്റെ പ്രഹേളിയാണ്. ലോവസ്റ്റ് കൺസംഷൻ ഇൻ ഇന്ത്യ പെർ ക്യാപിറ്റൽ ന്യൂട്രീഷൻ. പിന്നെ ഡോക്ടർ PG പണിക്കർ കേരള യൂണിവേഴ്സിറ്റി ഹെഡായിരുന്നു. അദ്ദേഹം ഒരുപാട് ഒരു ഫുഡ് ബാലൻസ് ഷീറ്റ് ഒക്കെ ഉണ്ടാക്കിയിട്ട് പറഞ്ഞു, നമ്മുടെ വീട്ടിലെ മാങ്ങയും ചക്കയും ഒന്നും ന്യൂട്രീഷൻ സർവേയിൽ വന്നിട്ടില്ല, അതുകൊണ്ടാണ് ഇത്ര മോശമായിരിക്കുന്നത്. അപ്പൊ അത് കൂട്ടിയപ്പോൾ കുറച്ചുകൂടി റെസ്പെക്ട്ഫുൾ ആയി. ബട്ട് കേരള വാസ് ലോ കൺസംഷൻ. ഇന്നങ്ങനെയല്ല. വി ആർ നമ്പർ 1 ഇൻ പെർ ക്യാപിറ്റൽ കൺസ്യൂമർ. നമ്മുടെ കൺസംഷൻ പാറ്റേണേ മാറി. കൺസ്യൂമർ ഡ്യൂറബിൾസ്, പ്രോസസ്ഡ് ഫുഡ് ആൻഡ് സോ ഓൺ. And in 1957, Kerala was very low per capita saving. Ipo one of the highest saving states in India. Deposits have grown faster than the rest of India. So high saving. അങ്ങനെ സേവിങ് കൂടിക്കഴിഞ്ഞാൽ വി മസ്റ്റ് ഹാവ് ഇൻവെസ്റ്റ്മെന്റ്. പക്ഷെ ആ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാവുന്നില്ല. പണ്ടിൽ നോ ഇൻവെസ്റ്റ്മെന്റ്, ഇപ്പോഴും നോ ഇൻവെസ്റ്റ്മെന്റ്. സോ വാട്ട് ഹാപ്പൻ ടു ദി സേവിങ്സ് ദാറ്റ് വി ആർ ജനറേറ്റിംഗ്? Look at that trade surplus. In 1957, Kerala was enjoying a trade surplus. ആ കൃത്യം കണക്ക് അറിഞ്ഞുകൂടാ. ഈ റോഡ് വഴിയൊക്കെ വരുന്നതിന്റെ കണക്ക് എവിടെയുള്ളത്? അളവയിൽ മാത്രമേ ഉള്ളൂ. But in Travancore, we have data for pre-independence period which shows Travancore had a consistent trade surplus, and the Travancore government was investing this trade surplus in the sterling bonds. ഞാനിത് അച്യുതന്റെ ആദ്യത്തെ ബഡ്ജറ്റ് വായിച്ചപ്പോൾ കക്ഷി പണം ഉണ്ടാക്കാനും മാർഗമായിട്ട് കണ്ടത് ഈ ബോണ്ട് വിറ്റ് കാശുണ്ടാക്കലായിരുന്നു. സോ അപ്പോഴത്തേക്കും ഈ ബോണ്ട് കേരളത്തിന് അപ്പോഴാണ് മനസ്സിലായത് തിരുവിതാംകൂർ രാജാവ് ഇങ്ങനെ ബോണ്ട് മേടിച്ചു വെച്ചിരിക്കുകയായിരുന്നു. ഇൻട്രസ്റ്റിംഗ്. ബട്ട് നൗ അത് മാറി. ഇപ്പൊ GST ഡേറ്റ വെച്ച് ട്രേഡ് ഡെഫിസിറ്റ് കണക്കാക്കുന്നത്. I had made an estimate in mid-70s which shows that our trade deficit was about 10% of GDP. Now it is 20% of GDP. ഇതിന്റെ ഡയമെൻഷൻ മനസ്സിലാക്കണമെങ്കിൽ ഇന്ത്യയുടെ ട്രേഡ് ഡെഫിസിറ്റ് 2% ആകുമ്പോൾ വി ആർ കൺസേൺ, റൈറ്റ്? അപ്പോഴാണ് സംസ്ഥാനത്തിന്റെ 20% ട്രേഡ് ഡെഫിസിറ്റ് ഇരിക്കുന്നത്. We import much more than our exports. അപ്പൊ അതിന്റെ ഫലമായിട്ട് എന്താ? ലോ ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഇനി വരുന്ന പണത്തിന്റെ മൾട്ടിപ്ലയർ എഫക്റ്റ് കുറവായിരിക്കും, കാരണം അത് ഉപയോഗിച്ച് പുറത്തുനിന്ന് സാധനങ്ങൾ വാങ്ങിയാണ്. ബട്ട് യെറ്റ് വി ഹാവ് ഹൈ ഗ്രോത്ത്. How do we manage to have high growth? That's question number 1. Question number 2. Even at the time when our economy was very poor and low,
We have relatively high social indicators in terms of education, healthcare, and so on. Today, we have advanced further. In fact, up to 2000, the distance between Kerala and India widened. It's only after 2000 India began to catch up. It's understandable. Once your infant mortality rate comes down to 7, you can't reduce it further here. Scope of reducing it further is very, very limited. So India has started to catch up. So we have from this analysis two questions to be answered. One, how even under low income, we managed to have high social indicators. Two, how did this acceleration in growth rate, consumption, and saving rate take place? These are the two questions to be answered. Now, regarding the first, it's essentially an outcome of redistributive development strategy of growth. See, normal theory that we teach in economics is that when economic growth takes place, per capita income grows, inequality will rise. And inequality rises to an inflection point, then it begins to decline. So you have to accept the fact that the early stages of growth there will be inequality and poverty. Only at a high stage of economic development will it get trickle down to the poor. But Kerala is the opposite. Why? We intervened to redistribute wealth. How did we? One, redistribution of income, collective bargaining, wages rose, so that the Kerala wages are today 3 times the, say, Gujarat. So high wages means redistribution of income. And then you have redistribution of assets, land reforms. That is a major change. As 5% of the population owned 70% of the land, it was redistributed to 60%. Okay, 100% didn't get it, but 60%. That's a major redistribution. And third, and this predates independence, public provision of services, education, healthcare, etc., being provided by the state. Why? Not about benevolent kings or benevolent governments, but because of pressure from below. Our social reform movement, Iyengalis and Srinarayana Guru and so on. So you have these 3 major instruments of redistribution of income, redistribution of assets, and public providing of services. And this results in relatively high quality of life. Okay. So this is one very important development achievement. But then everybody was worried. See, when I joined CDS, everybody was worried, okay, this is the earlier theory is called Kuznets. Kuznets is one who posited that when growth takes place, inequality increase. Now Kerala did the opposite. So people are saying the ghost of Kuznets is catching up. Your growth is not taking place. You're stagnating. But then it began to accelerate. How did this take place? This is the second question. Look at this. Acceleration of economic growth. GDP, the first phase up to 1961 to 87 is less than 3% growing. Lower than India. Indian average was 3.5 at that time. Now, if 87, it would become 4% per annum. And then second period, from 1988 to 2018, pre-COVID period, is 6.71, doubles. If you look at the per capita income, because our population has been declining, population growth rate has been declining, the per capita income growth was less than 1%. And in the second period, it's 6% per annum. Big acceleration in the growth. I will leave it there. The reason I'm giving the third line is that column is that if you take agriculture growth, you find 1988 to 1996, Kerala is growing
at 5.35% per annum. But if you take the whole period up to 2018, it is 1.3%. The devastation that ASEAN trade agreement has had on Kerala agriculture is very evident. But despite that, we have been doing well. How did this take place? The single most important factor was Gulf remittances. Look at the numbers. By the end of 1980s, 5 lakh migrants abroad, and the remittance constituted 13% of GDP. And by the end of 1990s, 14 lakh migrants abroad, and the remittance came to 25% of GSDP. And middle of 2000, 20 lakh migrants abroad, and the remittance was 30%. So huge increase. ഇതാണ് the central dramatic turn that is done. When you say, oh, it's accidental that it's something that growth took place. But I will argue otherwise. Our priority given to human resource development, our investment we made in human resources enabled us to tap the job opportunities abroad and accelerated our growth. So this growth process was very much as much say not extraneous factor. Okay. What does the remittance impact? We have already seen increase in consumption, saving, but not investment. But great growth did take place. How? Acceleration of growth based on consumption-related services, consumption growth, and therefore all sorts of consumption-related services. You have trade, you have hotels, you have financial services, construction. All this began to pick up, and that pushed up the growth rate. And but it would have had even bigger impact had it not for the trade deficit. Now you may say everything is so well, yeah, welfare is good, growth has picked up. So what is the problem? Problem are these three. One, second generation problems. School education, now there is only one child in the house. They are unhappy with the present system. They want best education for that single child, and that was not available in our public health school system. We live up to 80, and then new diseases have come, which requires a different type of care, super specialty hospitals, and so on. Now with aging, geriatric problems are coming to the front. We have never thought about it. We have taken good care of our children, but the now number of children is coming down sharply, and old age people are increasing. This is a new problem. These are second generation problems. And our petty production, agriculture and traditional industries are of low productivity. We prevented technological advance, all right, as a form of collective bargaining. But now labor market has changed. Now there's shortage in the labor market, and people who are educated and don't want to do these jobs, and we are saddled with petty production, low productivity. This is one set of problems. Second set is that because we have been focused on industry, on health and education, we have underinvested in infrastructure, and there's a huge infrastructure deficit. We are very backward infrastructure. And partly because of this, there's no investment. We are not able to attract investment in modern sectors, and therefore there is a problem of educated unemployment. So if you complete the university, then but for the lucky people who get to the government or some colleges and some rest will have to seek employment outside. So educated unemployment. These are three challenges. Now for me it is a big problem because there are a whole lot of people who say, I belong to the left. So you left have done good work in Kerala, you have increased the wages, you have redistributed land, you have given education and so on. You have divided up the cake very well. Now there is no more cake to divide here. You have to bake the cake
and you don't know how to bake the cake. And therefore, you have to disappear from the scene and leave it for the history to take over. Don't stand in the way. I don't like that kind of statement. Therefore, it is very important that progressive forces find a way of addressing these challenges in a different manner from the neoliberal solutions. So, we have a new development paradigm. What is the development paradigm? So new about this is these three. But old one, that redistribution, that focus won't change, they'll continue. But we need to address these. One, the second generation problems and problems of petty production, the answer is people's participation, not privatization. People's participation can be ensured only through devolution and decentralization. So you have people's plan, something. It has had very positive impact on provisional services, education, healthcare. It has phenomenal increase in rural assets in country roads and say housing, but it's not so very well with respect to agriculture. This is in nutshell the result of decentralization. But that's the path. There's not regarding that. I will not speak about it, though this is my favorite topic. That's where I spend more time. But second one, now that we are saying that we are not going to give social sector, we are not going to welfare of the poor, give the welfare of the poor. Therefore, how do you finance infrastructure? Answer lies in extra budgetary finance. Okay, KIFBI. I'll save 2 slides about that. And third one is, how do you create employment? Now, who are unemployed? It is the educated. And therefore, you have to create jobs, quality jobs suitable for them, to their expectations. That means Kerala moving to a new plane, which is called knowledge economy, knowledge intensive production, and so on. So this is the third. Before I move to third, let me take stuck. Now this data is from 1990. I can give it from 1957. The red line gives the in capital expenditure of all states in India, average to the GSDP. And the blue line of Kerala. You can see Kerala's capital expenditure is roughly half the national on a long run. See, so much level lower than the national average. It has tended to narrow a bit in recent period, but you have the backlog of underinvestment from 1950s onwards. Therefore, if at this rate, if you want to catch up with the rest of India and remove our deficit in infrastructure, we will require at least 25 years. We can do it. It will take 25 years. I don't think, except for very fortunate people, some people here, rest would be there to see that golden day. No. So we can't wait for 25 years. And within that period, lots of things would happen in India which will bypass us. See, Indian economy is growing at double the rate, global rate. Investment is taking place, and this will totally bypass India, Kerala. In fact, then they will blame that your social perspective of development is constraining India growth. So how do we do this? Now, there is an urgency to overcome this infra deficit. One, stagnation or decline in remittances is started happening already. Gulf returnees and change in the migration pattern to the West, where they go for permanent residence. And therefore, remittance flow would be much lower. For the first time since migration began in the mid-70s,
Kerala's remittance shrunk for the first time last year. So that is a very serious affair. Very serious because it will have a reverse multiplier impact. It's not suppose 1,000 crores decline in remittances. It's not 1,000 crores income that would decline. The secondary tertiary rounds of expenditure are also will increase. The much higher impact. It can be devastating. Already economic growth in the recent period have tended to be still lower, higher than national average, but we are decelerating. And Kerala is still a poor investment destination. Okay, we glorify some little bit of things that happen here, but look at the way kind of investment is taking place in say Bangalore or Chennai or Hyderabad, and look at what is happening in Kerala. So we need overcoming the accumulated infrastructure fitness short period. So what are the options? One, increase the budget public investment. I told you to take 25 years. Two, we have special SPV for public investment, like for example, Kochi Metro, they borrow and invest. But you can borrow on the market to invest only if you say, if it's a revenue model, you generate revenue. But investing in university, cannot expect to have revenue generated. Or you invest in medical college, you cannot put a user fee to so that you recoup. So you can have a revenue model for our social infrastructure, even for public roads. Therefore, they say give to the corporates. But corporates won't come unless there is a model by which they can get the income. So we in Kerala started using annuity programs. And that's what the UDF government did, annuity program. Let's say you want to build a bridge, 100 crores. Then you say, contractor, you'll have to borrow and construct it. We'll pay you in 20 years, annuity. So he will factor in the interest cost of 20 years. And then we will quote, per year you have to give this much, total 400 crores or 500 crores. So there is an implicit interest factor. I calculated the implicit interest rate in all these projects, found them at an astounding rate of 12 to 20%. See, there are only few contractors who are able to borrow 100 crores and so on. Therefore, there is no competition and they will hike up the rate. So I said, why? We will have an institution, KIFBI's name, that will borrow and give to the contractor. We borrow, not state government, this KIFBI. And government will pay them annuity. Anyway, we have decided we will construct this. 25 years. So in 25 years, we will repay it in annuity. So this is the KIFBI model. It's essentially an annuity model in which instead of private contractor, an SPV of the government takes loans and pays. Okay. If you ask some questions, I will answer this. It's become very controversial nationally and so on. I am very unfortunate for the simple fact that central government does the same thing, but they don't consider as part of central government's debt. But they want to consider this part of in Kerala government's debt, and there are problems. We'll fight that. Last word has not yet come. It will depend upon the outcome of the election 2024. If there's a political change, we can pursue the new line. Otherwise, I think it's close. But this is our focus, overcoming unemployment. Transition to knowledge economy. What does it mean? One, technological change, transformation of traditional production. Earlier we were saying no.
Even I was for till 80. നാടിനെ ചേർന്ന സാങ്കേതിക വിദ്യ പരിഷത്തിലൊക്കെ ആയിരുന്നു. അപ്പോൾ അതാണ് നമ്മുടെ സിദ്ധാന്തം. You have appropriate technology, intermediate technology, factor endowment and technological choice. ഇനിയിപ്പോൾ ഈ പറയുന്നതിനൊന്നും അർത്ഥമില്ല. You are a part of global economy, you better be competitive. You cannot choose technology. So you go for the advanced technology. And labor market has changed. ആ പഴയ പണി ചെയ്യാൻ ആളെ കിട്ടത്തില്ല. You have to bring people from outside. So change the technology. No holds barred. Most advanced technology in every sector. Okay, that's a big change. 2, new knowledge and skill intensive industries. IT, BT, and so on and so forth. They are the more appropriate industries. So, because that would give relatively much higher value addition, therefore, salaries. Then, if the investment doesn't come from outside, what do? You have innovation-based startups, young scholars, technicians, technologists. They can start the enterprises of their own. And then skilling and job opportunity. Ardi, we will talk about this in your class after this. See, കേരളത്തിലെ പുരുഷന്മാരുടെ പാതിയില്ല സ്ത്രീകളുടെ തൊഴിൽ പങ്കാളി. We have one of the lowest participation rate of women. പുരുഷന്മാരെക്കാൾ വിദ്യാഭ്യാസമുണ്ട്. Now, some 25-30 lakhs women who are educated are at home, homemakers. Suppose they can be skilled, high skills, and given employment at home or near home. What lodges? തിരുവനന്തപുരത്ത് ടെക്നോ പാർക്കിലൊന്നും പോകാൻ പറ്റില്ല. നമ്മുടെ ഓരോ പഞ്ചായത്തിലും ലോഡ്ജുകൾ ഉണ്ടാവാം. Well, if the participation rate പുരുഷന്മാരുടെ അത്രയും ഉണ്ടാവത്തില്ല ഇന്നത്തെ സിസ്റ്റത്തിൽ മാറ്റം വരാതെ. But if it rises to ഒരു 20 ലക്ഷം സ്ത്രീകൾക്ക് തൊഴിൽ കൊടുക്കാൻ കഴിഞ്ഞാൽ, leave aside the social impact of that, it will transform the economy. It's a huge jump. ആണ് സ്കില്ലിംഗ് ആൻഡ് ജോബ് പോർട്ടൽസ്. ഇതൊക്കെ ചെയ്യണമെങ്കിൽ ഹയർ എഡ്യൂക്കേഷന്റെ സ്വഭാവമാണ്, അല്ലെങ്കിൽ നടക്കില്ല. How do you have new knowledge, skill intensive industry? Why should anybody come here? Because your labor force are highly skilled and advanced knowledge there, professors. How do you have startups? You must cease to be institutions, portals for transferring knowledge and start to create knowledge, generate knowledge. That is what university is about. Engil matra will have innovation-based startup. Skilling, yes. ഞാൻ ഉണ്ടായ ഒരു അനുഭവം പറയാം. Ernst & Young, when I was minister, I called them for a discussion. That was before my budget regarding the knowledge economy. എൻ്റെ തലേന്നൊന്നുമല്ല, ഒത്തിരി പേരോട് I am very grateful to your Vice Chancellor, former Vice Chancellor Sabu. He physically came at least half a dozen times too. I used to haul up in Vizhinjam and he came, spend days. KTU Vice Chancellor Rajshri and Sanjay Gopinath, now Digital University Vice Chancellor. ഞങ്ങൾ മൂന്നുപേരും കൂടിയായി പരിപാടി ഉണ്ടാക്കിയത്. See, ഈ ഹയർ എഡ്യൂക്കേഷൻ ഇത്തരത്തിൽ നോളജ് പ്രൊഡ്യൂസ് ചെയ്യുകയും സ്കില്ല് ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു സംഭവമായിട്ട് മാറിക്കഴിഞ്ഞാൽ then we have hope. അപ്പൊ അതിലേക്ക് നമ്മൾ വരികയാണ്. I told you, പണ്ട് പ്രൈം മൂവർ കേരള മോഡലിൽ സ്കൂൾ എഡ്യൂക്കേഷൻ ആയിരുന്നെങ്കിൽ ഇന്ന് സെക്കൻഡ് ഫേസിൽ ഹയർ എഡ്യൂക്കേഷനാണ്.
എന്താ വേണ്ട one education to produce knowledge, not just transfer knowledge, particularly in the university level, maybe the high ambition of postgraduate level, but doctoral, postdoctoral, it's not easy here. 500 പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പ് ഓഫർ ചെയ്തു. ഇപ്പൊ അതിന് പേര് CM. അപ്പൊ ഞാൻ വിചാരിച്ചു 1 ലക്ഷം രൂപ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിൽ ഇന്ത്യയിൽ നിന്ന് വരും 500 പേര് ഏറ്റവും മിടുക്കന്മാര്. ആൻഡ് ദെൻ നമ്മുടെ ഇങ്ങനെ 500 പേര് നമ്മുടെ യൂണിവേഴ്സിറ്റി സിസ്റ്റത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അതായിരിക്കും കാറ്റലിസ്റ്റ്. ഞാൻ മാത്രമല്ല, എല്ലാവരും കൂടി വർത്താനൊക്കെ പറഞ്ഞിട്ട് നോബഡി കേം ഹിയർ. 1 ലക്ഷം കൊടുക്കാന്ന് പറഞ്ഞിട്ട് ആദ്യ വർഷം കഷ്ടിച്ചതിന്റെ 60 പേര് ഒപ്പിച്ചു. I don't want to make it. It's just a commentary on the system that exists today. People are very choosy here. ഞാൻ പുറത്ത് പഠിക്കാൻ പോയാണെങ്കിൽ ഞാൻ അപ്പൊ പുറത്ത് പോണ കുട്ടികൾ ഇവിടെ നിന്നല്ല, പുറത്ത് പഠിക്കുന്ന കുട്ടികൾ ഏത് യൂണിവേഴ്സിറ്റി പോകണം, ഏത് പ്രൊഫസറാണ് നമ്മളെ പഠിപ്പിക്കുന്നത്, ഒരു സംശയം വേണ്ടത്. അഫ്കോഴ്സ് പിന്നെയുള്ള സെക്കൻഡ് കൺസേൺ ആരാ കൂടുതൽ സ്കോളർഷിപ്പ് വരാന്നുള്ളത്. Otherwise you can't afford to study. But the other thing is, who is going to be supervising me? Innovation. ഈ നോളജ് ഉണ്ടായാൽ മാത്രം പോരാ, അത് ഇന്നോവേഷൻ ഐഡിയാസ് ആയിട്ടൊക്കെ മാറ്റാനുള്ള ഒരു എക്കോസിസ്റ്റം വേണം, അന്തരീക്ഷം വേണം. എല്ലാവർക്കും അറിയാവുന്ന സിലിക്കൺ വാലി അവിടെ നിന്ന് ആ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി ഉണ്ടായിട്ട് മേജർ ബ്രേക്ക് ത്രൂസ് ഒക്കെ യൂണിവേഴ്സിറ്റികളുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. So we are trying in our own way ഇതെങ്ങനെ ചെയ്യാം, യൂണിവേഴ്സിറ്റിയിൽ ബന്ധപ്പെട്ട് തന്നെ ഇൻക്യുബേഷൻ സെന്റേഴ്സ് ഒക്കെ ഉണ്ടാക്കലും. ബട്ട് ദിസ് ഇസ് ഇന്നോവേഷൻ അന്തരീക്ഷം ഉണ്ടാവും. ആൻഡ് സ്കില്ലിംഗ്, ഇത് അടുത്ത ടാസ്ക് ആണ്. ഞാൻ പറയാൻ പോയത് ഏൺസ്റ്റ് ആൻഡ് എങ്ങനെ ക്ഷണിച്ച കാര്യം. സോ ദാറ്റ് ഒരു 3000 പേര് ഞങ്ങൾക്ക് അടുത്ത വർഷം വേണം. They're going to start something in Kochi. ബികോം 3000 ബികോം ഒരു പ്രശ്നമില്ല, തേരാപ്പാരം ബികോംകാരടക്ക്. I don't know why, but I want to publicly applaud. SP കോളേജിലെ ബികോംകാരുണ്ടെങ്കിൽ 3000 പേരെടുക്കും. Yeah, they look here. Maybe they were partners in creating the coursework there. I don't know. നമ്മുടെ രണ്ടും തമ്മിൽ ബികോം കൊണ്ട് ആര് കാര്യമില്ല. സോ ഇപ്പൊ സ്കില്ലിംഗ് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഉൾപ്പെടും കേട്ടോ. അപ്പൊ ഇതിനു വേണ്ടി ഇൻഫ്രാസ്ട്രക്ചറൽ അപ്ഗ്രഡേഷൻ വേണം. നമ്മുടെ പോസ്റ്റ് ഡോക്ടറൽ സെന്റേഴ്സ് ഓഫ് എക്സലൻസ് വേണം വിത്തിൻ ദ യൂണിവേഴ്സിറ്റി സിസ്റ്റം. ഇപ്പൊ ഒരുപാട് സെന്റേഴ്സ് ഓഫ് എക്സലൻസ് ഉണ്ട്. ഐ വാസ് ടീച്ചിങ് അറ്റ് സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസ്. ഞങ്ങളുടെ തൊട്ടടുത്തായിരുന്നു ശ്രീയുത്ര ഉണ്ടായിരുന്നു, വേറെ തൊട്ടടുത്താണ് സെന്റർ ഫോർ സയൻസ് സ്റ്റഡീസ് ഉണ്ടായിരുന്നു. ഇതൊക്കെ ഉണ്ട്, വെരി ഗുഡ്. ബട്ട് നമ്മുടെ യൂണിവേഴ്സിറ്റി സിസ്റ്റമായിട്ട് ഒരു ബന്ധവും. അപ്പൊ അതുകൊണ്ട് ഈ സെന്റേഴ്സ് ഓഫ് എക്സലൻസ് യൂണിവേഴ്സിറ്റി പുറത്തു പോകാൻ പാടില്ല, യൂണിവേഴ്സിറ്റിക്കുള്ളിലാണ്. But not, university bureaucracy, which is very that will be autonomous. പുറത്ത് നിൽക്കുന്ന ഓട്ടോണമി ഉള്ളിൽ നിന്ന് കിട്ടണം. എങ്ങനെയാ സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസ്? അച്യുതൻ കോൾരാജ് was the vice chancellor of Delhi University. Okay, a kind of patriotic feeling. മലയാളി, നമുക്ക് ജീവിതാവസാനം കേരളത്തിൽ എന്തെങ്കിലും ചെയ്യണം. ഒറ്റ കണ്ടീഷണൽ, യു ഷുഡ് നോട്ട് ഇന്റർഫിയർ. CDSൽ ഒരൊറ്റ ബ്യൂറോക്രാറ്റും ഇല്ലട്ടാ. പ്ലാനിങ് സെക്രട്ടറി, അത് അബദ്ധവശാൽ വന്നതാണ്. കാരണം ഗോപാലകൃഷ്ണനായിരുന്നു അന്നത്തെ സെക്രട്ടറി, പ്ലാനിങ് സെക്രട്ടറി. സെമി അക്കാഡമി. സോ യു വാസ് there is nobody. Even now വലിയത്താനെ വിളിച്ചു, ശ്രീയത്രക്ക്. വലിയത്തന്റെ കണ്ടീഷൻ ഇതായിരുന്നു. വലിയത്താൻ ഇങ്ങനെ പറയില്ല, യു ഷുഡ് നോട്ട് ഇന്റർഫിയർ. വേറെ ഇന്റർവെൻഷൻസ് പാടില്ല, സ്വാതന്ത്ര്യം തരണം. ആൻഡ് വലിയത്തനിക്ക് യു ആർ ദ ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്. സോ ഇങ്ങനെ സെന്റേഴ്സ് ഓഫ് എക്സലൻസ്
എല്ലാം പുതുതായിട്ട് വേണ്ട. ചില ബെസ്റ്റ് സെന്റേഴ്സ് ഡിപ്പാർട്ട്മെന്റ്സ് ക്യാൻ ബിക്കം സെന്റേഴ്സ് ഓഫ് എക്സലൻസ്, ബട്ട് ദേ വിൽ ഹാവ് ടു ഹാവ് ദ ഫ്രീഡം. ഇങ്ങനെയൊക്കെ പലതും അടങ്ങിയിട്ടുണ്ട്. അപ്പോ no, that is പുറകോട്ട് പോയി. So, strategy to involve academics, technologists and managers. അപ്പൊ ഇത് ബാക്കി ആശയങ്ങളൊന്നും ഞാൻ എടുക്കുന്നില്ല. There are lot of things. ഞാൻ പറയുന്ന കാര്യം മാത്രമല്ല, ഉന്നത വിദ്യാഭ്യാസത്തിന്റെ രൂപീകരണത്തിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് ചർച്ചകളുണ്ട്. ഞാൻ അതൊന്നും സിഗ്നിഫിക്കൻസ് കുറച്ച് കാണുകയല്ല. പക്ഷെ അതില് ഈ പറഞ്ഞ ട്രാൻസ്ഫോർമേഷന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മുടെ ഇവിടെയുള്ള അധ്യാപകരെക്കാളും ഗവേഷകരെക്കാൾ കൂടുതൽ മലയാളികൾ പുറത്തുണ്ട്. അവരെ നമുക്ക് ഇൻവോൾവ് ചെയ്യാൻ കഴിഞ്ഞാൽ അക്കാഡമിക് സപ്പോർട്ടിന്, ഇപ്പൊ ഞാൻ മഹാരാജാസ് കോളേജ് പഠിച്ച കോളേജില് അലുമിനിയില് ഒക്കെ അതൊക്കെ ഞാൻ പറഞ്ഞു, നിങ്ങൾ വന്നിട്ട് ഞാൻ മിനിസ്റ്ററൊക്കെ അല്ലേ, അപ്പൊ ആ ഹാള് വേണം, ഈ ഹാള് വേണം, ഞാൻ ഒരു ലിബറൽ ആവാം. നിങ്ങൾ ആരും എന്നോട് ഒരു കോഴ്സ് പഠിപ്പിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതുവരെ ഒരു കോഴ്സ് പഠിപ്പിക്കണമെന്ന്, 2 പിള്ളേരെ ഗൈഡ് ചെയ്യണമെന്ന്. യു ആസ്ക് ഓൾ ദിസ് ഇൻഫ്രാസ്ട്രക്ചർ. അതിനും അപ്പൊ തന്നെ വളരെ അപ്പോളജിറ്റിക്കായി സാറ് വരണം. അപ്പൊ ഞാൻ സ്റ്റുഡൻസിനെ ഗൈഡ് ചെയ്യാം, ഞാനൊരു അപേക്ഷയും കൊടുത്തു. അപ്പോഴാണ് മനസ്സിലാക്കണം, ഗാന്ധി യൂണിവേഴ്സിറ്റി turned it down. You cannot guide anybody, supervise anybody. അപ്പോഴാണ് ഈ സ്ട്രേഞ്ച് റൂള് പഠിക്കുന്നത്. 56-ാം വയസ്സിൽ നമ്മുടെ എല്ലാ വിജ്ഞാനവും തീരും, പിന്നെ നമുക്കൊരു സ്റ്റുഡന്റിനെയും ഗൈഡ് ചെയ്യാൻ പറ്റത്തില്ല ചെയ്യും. സത്യം പറഞ്ഞൊരു 60 വയസ്സൊക്കെ ആകുമ്പോഴാണ് വളരെ, 70 തുടങ്ങിയാൽ നമുക്ക് കുറച്ച് കുറഞ്ഞു തുടങ്ങും. പക്ഷെ ദിസ് എ പ്രൈം പീരീഡ്, വി ആർ ഡിപ്രൈവിങ്. അപ്പൊ പിന്നെ പുറത്തുള്ളവരെങ്ങനെ കൊണ്ടുവരുന്നത്, ഇവിടെ അകത്തുള്ളവരെ കയറ്റുന്നില്ല, പിന്നെ പുറത്തുള്ളവരെ. വി വിൽ ഹാവ് ടു ഫസ്റ്റ് അക്സെപ്റ്റ് ദ നീഡ്. ഇത് വേണം തോന്നിക്കഴിഞ്ഞാൽ വി ക്യാൻ ഓൾവേസ് ഹാവ്. ഓക്കെ, ഫോർമലായിട്ട് എനിക്ക് സൂപ്പർവൈസർ ആവാൻ പറ്റില്ല, ബട്ട് ഐ ക്യാൻ ബി അഡ്വൈസറി കൗൺസിൽ കമ്മിറ്റി വിത്ത് ഈ സ്റ്റുഡൻറ് വിൽ ഹാവ് ഒരു ആ ഏരിയയിലെ ബെസ്റ്റ് മൈൻഡ്സ് ടു സപ്പോർട്ട്. നമ്മളൊരു സെമിനാർ സ്റ്റുഡന്റ് നടത്തുന്നു, അധ്യാപകന്റെ സെമിനാർ, വി വിൽ ഹാവ് ഓൺലൈൻ a galaxy of people, very eminent people discussing the issue with you. You can the residence scholar ഇവിടെ കൊണ്ടുവരണ്ട, ഇവിടെ ലെക്ചർ ചെയ്യാനൊന്നും സ്പെഷ്യൽ സീരീസ് ലെക്ചർ പഠിപ്പിച്ചു എന്നൊന്നും കരുതി വെക്കണ്ട. ഇത് വേണോന്ന് തീരുമാനിച്ചാൽ there are ways of supporting the system and ഇതില്ലാതെ നടക്കത്തില്ല. ഇത് ഗ്രേറ്റസ്റ്റ് അസറ്റ് ആണ്. ഞാന് മഹാരാജ് ഞാൻ പറഞ്ഞു, ഞാൻ മാത്രമല്ല, NV വർഗീസ്, many of you know, നീപ്പയില വിദ്യാഭ്യാസം, so many of them past and present അലുമിനി എന്നുള്ളത്. അവർക്കൊന്നും ഒരു റോളും ഇല്ല. ഇവരെല്ലാം ഇൻവോൾവ് കോളേജ് എങ്ങനെ മാറുന്നു. സോ ഇനി അതൊന്ന്. രണ്ടാമത്തേത് സ്കില്ലിങ് പറഞ്ഞു. എന്ത് സ്കില്ലാ ചെയ്യുക? നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും എളുപ്പമുള്ള സ്കില്ല് പഠിപ്പിച്ചു കൊടുക്കലല്ല. The skill training has to be customized to the demand. ഏറ്റവും എളുപ്പമുള്ളത് നമ്മുടെ നേഴ്സുമാരുടെ ട്രെയിനിങ്. ഓക്കെ, ബ്രിട്ടീഷ് 3,000 nurses for NHS. All right. പക്ഷെ സായിപ്പിന് ഇംഗ്ലീഷിൽ വർത്താനം പറയണം, നമുക്ക് വഴക്കുന്നതല്ല, നമ്മുടെ നാക്ക് വഴക്കത്തില്ല. സോ ബ്രിട്ടീഷ് കൗൺസിലോട്ട് എഗ്രിമെന്റ് ചെയ്തു, they will train in English professions. പാസ്സായി കഴിഞ്ഞാൽ അവരെടുക്കും. That is customized training. It can be done. പക്ഷെ പ്രശ്നം ഈ സ്കിൽ ഡിമാൻഡ് മാപ്പ് ചെയ്യണം. Since these Malayalis who are in the higher position outside, അക്കാഡമിക് മാത്രമല്ല, കമ്പനികൾ ഇവിടെയൊക്കെ സീനിയർ ആയിട്ടുള്ളവർ ഓർ their own enterprises, അവർക്ക് പറയാം ഇന്ന സ്കില്ലാണ് ഞങ്ങൾക്ക് വേണ്ട, അടുത്ത വർഷം we are hiring 100 people. ഇത് വേണം. ഓൾറൈറ്റ്, അദ്ദേഹത്തിന്റെ കോളേജിൽ ഈ കോഴ്സ് നടത്താലോ എന്ന് അദ്ദേഹത്തിന് വേണമെങ്കിൽ
ഈ ട്രെയിനിങ് സ്കില്ലിംഗ് പ്രോഗ്രാമിൽ പങ്കെടുക്കാമല്ലോ. ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ, ചെയ്തുകൊണ്ടാണ് ഉറപ്പിച്ച് ഇങ്ങനെ പറയണേ. വി ഹാവ് എ ഫൗണ്ടേഷൻ ഇൻ മാരാരിക്കുളം, പ്രതിഭാ തീരം ഫൗണ്ടേഷൻ. ജോയ് സെബാസ്റ്റ്യൻ, വീഡിയോ കോൺഫറൻസിങ് അവാർഡ് വിന്നർ, ഈസ് ദ ചെയർമാൻ. അപ്പം ഞങ്ങൾ ഫിഷർ ഫോക്കിന് വേണ്ടിയിട്ട് നടത്തുന്നത്. അല്ലാതുള്ളവർക്കും വരാം, ഇവരില്ലെങ്കിൽ വേറെ ആർക്കും വരാം. വാട്ട് വി ഡു വെരി സിമ്പിൾ. ഇൻഫോ പാർക്കിലും ടെക്നോ പാർക്കിലും 2 കമ്പനികൾ ഫോൺ ചെയ്യും, നിങ്ങൾ അടുത്ത അറിയൂ ഹാരി അടുത്ത വർഷം എന്താണ്, ഞങ്ങൾ ഇങ്ങനെ ട്രെയിൻ ചെയ്യാം ഇവിടെ സാധനക്കാർ, നിങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ എടുത്താൽ മതി. So we encourage them to come and see the training program. ഒരു ലൈബ്രറിയുടെ മുകളിൽ 10 കമ്പ്യൂട്ടർ വെച്ചിട്ടുള്ള ഒരു ഏർപ്പാടാണ് കേട്ടോ. We have trained 100 people. 94 of them have been got placement. അത് ചിലരൊക്കെ എന്താണെന്നറിയാം, എഡ്യൂക്കേഷൻ ആപ്പ് വന്നു, അപ്പോൾ അതേ നീഡ് വരയ്ക്കാനൊക്കെ പറ്റുന്ന ഒരുപാട് ഗ്രാഫിക് ആർട്ടിസ്റ്റുകൾ വേണം. സോ ദാറ്റ് വാസ് ദ ഡിമാൻഡ്. ആളില്ല. നമ്മളവിടെ നാട്ടിലൊക്കെ പറഞ്ഞു നന്നായിട്ട് വരയ്ക്കുന്നതൊക്കെ, അപ്പൊ അഡ്വർടൈസിങ് വരയ്ക്കാനൊക്കെ നമ്മുടെ പിള്ളേരൊക്കെ ചെറുപ്പക്കാര് ഇവിടെ വന്ന് 6 മാസം പഠിച്ച് എല്ലാത്തിനും ജോലി കിട്ടി. ദിസ് ഈസ് വാട്ട് കസ്റ്റമൈസ് സ്കിൽ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ. ഈ ഡിമാൻഡ് മാപ്പിംഗ് ഇവർക്ക് ചെയ്യാൻ പറ്റും, നമുക്ക് ചെയ്യാൻ പറ്റുന്നു. സോ ഐ ആം റീച്ചിങ് ഫൈനൽ. Now we are having a migration conclave 2024, January 1921 at Tirumalla. Now, എല്ലാ കാര്യങ്ങളും ഇവിടെ ചർച്ച ചെയ്യും. പ്രവാസവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മുടെ ഷൈജലയുടെ ജെൻഡർ ജെൻഡറിന്റെ യെസ് വി ആർ ഗോയിങ് ടു ഹാവ് ജെൻഡർ ഡിസ്കഷൻ ഓൺ ജെൻഡർ, കൾച്ചറൽ ആസ്പെക്ട്, എല്ലാം പ്രശ്നങ്ങളും ഉണ്ടാകും. ബട്ട് ഒരു തീമുണ്ട്, റണ്ണിങ് തീം. അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ 2 കാര്യങ്ങൾ, നോളജ് എക്കോണമിയിലേക്കുള്ള ട്രാൻസിഷൻ നമ്മുടെ യൂണിവേഴ്സിറ്റി സിസ്റ്റത്തെ മെച്ചപ്പെടുത്തുന്നതിന്, കോളേജുകളെ മെച്ചപ്പെടുത്തുന്നതിന്, ഈ സ്കിൽ മാപ്പിംഗ് നടത്തി ട്രെയിൻ ചെയ്യുന്നതിന് ഇവരുടെ പങ്ക്. സോ 19th we are inviting, I think 1 lakh persons may join. എല്ലാ കോൺട്രാക്ഷന്മാർക്കും വർത്താനൊന്നും പറയാൻ പറ്റില്ല. 300 only will be invited to speak. Others can use the comment box. അപ്പോൾ ഇവരെ ക്ഷണിച്ച് ഇവർ പങ്കെടുക്കട്ടെ ചർച്ചയിൽ. ഈ 1 ലക്ഷം പേരെ പിന്നെ എന്തിനാ ഇത് മനുഷ്യന് ഒരു ആവേശം കയറുന്നത്? കിതാബ് പറഞ്ഞിരുന്ന ഇത് നടക്കാൻ പോണ കാര്യമാണ്, കേരളം ഈസ് ഓൺ ദ മൂവ് എന്നൊക്കെ തോന്നണം. അതുകൊണ്ടാണ് ഇത്രയും പേര് നമ്മൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. അപ്പൊ കേരളത്തിന് പുറത്തുള്ള നമ്മുടെ ഗാന്ധി ഇവിടുത്തെ ഡിപ്പാർട്ട്മെന്റ് കോളേജുകളിൽ നിന്നുമുള്ള അക്കാഡമിക്സിനെ നമുക്ക് ക്ഷണിക്കണം. ഇഫ് ദേ ആർ വില്ലിംഗ്, ആർക്കും കൺട്രിബ്യൂട്ട് ചെയ്യാൻ കുറിപ്പ് അച്ചടിച്ചിരിക്കും, ഫുൾ പേപ്പർ സൈറ്റിലിട്ടിരിക്കും. അവരെ ക്ഷണിക്കണം. മൈഗ്രേഷൻ സ്റ്റഡിക്കാർ മാത്രമല്ല, അല്ലാതെ എല്ലാ ഡിസിപ്ലിനും എവറി ഡിപ്പാർട്ട്മെന്റ് ഹാസ് അലുമിനി ആർ സ്റ്റഡിങ് അല്ലെങ്കിൽ സ്കോളേഴ്സ് ആയിട്ടുള്ളവർ. അവരെ നമുക്ക് കൊണ്ടുവരണം. ഈവൻ ദേ ഡോണ്ട് സ്പീക്ക്, അവരൊക്കെ ഒരു 10,000 മലയാളി സ്കോളേഴ്സ് നമ്മൾ അവിടെ അന്നുണ്ടെങ്കിൽ ദാറ്റ്സ് എ ബിഗ് ബൂസ്റ്റ്. ഇതാണ് മാർഗമെന്ന് ഈ പോളിസി മേക്കേഴ്സിനൊക്കെ തോന്നുന്നു. അപ്പൊ അതാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. നമ്മുടെ ഇവിടുത്തെ വിവിധ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും കോളേജുകളിൽ നിന്നും ഇപ്പൊ പുറത്തുള്ള ആളുകൾ, നിങ്ങൾക്ക് അറിഞ്ഞുകൂടും, നമുക്ക് അറിഞ്ഞുകൂടും. വി ക്യാൻ ഓൺലി വേണ്ടി വന്നാൽ ഇനിയിപ്പോ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും എല്ലാം കുറച്ച് പൈസ കൊടുത്ത് അവർ ഡാറ്റ ഡീറ്റെയിൽസ് നമുക്ക് സ്കാൻ ചെയ്യാൻ അനുവദിക്കും. ഇന്ന് ഇവിടെ ലിസ്റ്റ് എടുത്ത് എല്ലാവർക്കും നമുക്ക് ഇൻവൈറ്റ് ഒക്കെ അയക്കാം. ബട്ട് വി ഡോണ്ട് നോ. അപ്പൊ നിങ്ങൾ ലിസ്റ്റ് തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ തന്നെ എഴുതാം, ഇൻവൈറ്റിംഗ് ദം. നിങ്ങൾ ഇങ്ങനൊരു കാര്യത്തെക്കുറിച്ച് ഒന്ന് സംസാരിക്കണം. അതൊരു ബ്രേക്കായിരിക്കും.
നമ്മൾ കുറച്ച് 2-3 വർഷമായിട്ട് ഇങ്ങനെ വർത്തമാനം പറഞ്ഞിരിക്കുകയാണ്. Can be a turning point. And beneficiaries are the departments themselves, universities themselves. അപ്പൊ ഇങ്ങനെ സെമിനാർ നടത്തി അവസാനിപ്പിക്കാൻ പോണില്ല, അതുകൂടി പറയാം. കേരളം മുഴുവനായിട്ട് എടുക്കാനുള്ള കഴിവൊന്നുമില്ല. ബട്ട് അവിടുത്തെ പത്തനംതിട്ട ലോക്കൽ ഗവൺമെന്റ്സ് ആൻഡ് എല്ലാം ചേർന്ന് setting up a PMU with a consortium of all the colleges nearby. ജില്ലയിൽ നിൽക്കണമെന്നില്ല, ചുറ്റുപാടുള്ളതൊക്കെ whoever wants to join it, but it will be focused. എന്നിട്ട് ഇങ്ങനെ ഓരോ കോളേജുമായി ബന്ധപ്പെട്ട് ഒരു പ്രോഗ്രാം ഉണ്ടാക്കാൻ പറ്റുമോ, ഒരു സ്കിൽ ട്രെയിനിങ്ങും പ്ലേസ്മെന്റും പ്രോഗ്രാം ആരംഭിക്കാൻ പറ്റുമോ? സോ അങ്ങനെ ഒരു പ്രൊജക്റ്റ് ഇതിന്ന് ഇവോൾവ് ചെയ്യണം. ഇഫ് ഇറ്റ് വയബിൾ ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ there is no doubt it will be scaled up to the state level. അത് കേരളത്തിൽ വലിയ മാറ്റം കൊണ്ടുവരാൻ കഴിയും. സോ I have come to appeal to you. വേറെ വലിയ ത്യാഗമൊന്നും സഹിക്കണ്ട, ഒക്കെ ചെയ്യാനുള്ളത് സംഭാവന ഒന്നുമില്ല. നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പഠിച്ച് പാസ്സായി പോയിട്ടുള്ള പുറത്തുള്ളവർ, അവരുടെ അഡ്രസ് കാര്യം ഈ ഒരു ദൗത്യത്തിൽ അവർ പങ്കാളിയാവാൻ തയ്യാറുണ്ടോ, ഈ ചോദ്യം പറയാം. അവിടെ അഡ്രസ്സ് വന്നാൽ നിങ്ങൾക്കും വിളിക്കാം, ഗിവിങ് യു ഫ്രീഡം. നിങ്ങൾ ക്ഷണിച്ചോളും, പറഞ്ഞോളും, they will be on the program sheet. ഇതിവിടെ മൈഗ്രേഷൻ പഠിച്ചിട്ടുള്ളവര് അവരെ പ്രത്യേകം ക്ഷണിക്കുന്നുണ്ട്. ബിക്കോസ് സെക്കൻഡ് ഡേ മൈഗ്രേഷനെ കുറിച്ചുള്ള സെഷൻസ് ഉണ്ട്, അപ്പൊ അവിടെ നമുക്ക് ഉപയോഗപ്പെടുത്താം. ഇത് പറയാനാ വന്ന്. സോ ഐ തിങ്ക് pretty long. Now it is time for discussion. If you have any doubt regarding the presentation of this photograph, you can ask. അപ്പോൾ ഇവിടെ സാർ ഇവിടെ അവതരിപ്പിച്ചു കേരളത്തിന്റെ 1970 മുതൽ ഇതുവരെയുള്ള സാമ്പത്തിക സ്ഥിതിയും അത് എങ്ങനെയാണ് നമ്മൾ ഒരു നാഷണൽ ആവറേജിൽ നിന്നും ഏത് ലെവലിലായാലും നമ്മളുടെ ഒരു റിവേഴ്സ് ഗ്രോത്തിനെയും ഒക്കെ പറഞ്ഞു. അതിൽ മൈഗ്രേഷൻ കൊണ്ടുവന്ന വ്യത്യാസങ്ങൾ ഇവിടെ പറഞ്ഞു. ഇപ്പോഴത്തെ സാഹചര്യത്തിലുള്ള മൈഗ്രേഷൻ വിത്തൗട്ട് റെമിറ്റൻസിനെ പറ്റിയും സംസാരിച്ചു. ഇനി സാർ പറഞ്ഞത് ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ നമ്മളിപ്പോൾ FIUGP പോകുമ്പോൾ സ്കിൽ ഓറിയന്റഡ് ആണ് ഹയർ എഡ്യൂക്കേഷൻ മൊത്തം. അപ്പോൾ അതിനെ എങ്ങനെയാണ് നമുക്ക് മറ്റുള്ള നമ്മുടെ കോളേജസിൽ നിന്ന്, നമ്മുടെ സ്ഥാപനങ്ങളിൽ നിന്ന് സ്കില്ലുമായി ഇപ്പോൾ വളരെ സ്കിൽഡ് ആയിട്ട് പുറത്ത് രാജ്യങ്ങളിൽ വർക്ക് ചെയ്യുന്ന വലിയ സ്ഥാപനങ്ങളിലൊക്കെ ഉള്ളവരെ നമുക്ക് അട്രാക്ട് ചെയ്യാം. ഒപ്പം തന്നെ ഒരു ഡിമാൻഡ് മാപ്പിംഗ് നടത്തണം, ജോബ് ഡിമാൻഡ് മാപ്പിംഗ് നടത്താൻ എല്ലാ രാജ്യത്തുള്ള ജോബ്സിന്റെ ഒരു മാപ്പിംഗ് നടത്തി അതിനെ നമുക്ക് എങ്ങനെ, അതിനുള്ള ആൾക്കാരെ എങ്ങനെ കസ്റ്റമൈസ് ചെയ്ത് നമുക്ക് കൊടുക്കാൻ പറ്റും സ്ഥാപനങ്ങൾക്ക്. അതിൽ സാർ ഉദ്ദേശിച്ച ഒരു ജെൻഡർ പെർസ്പെക്റ്റീവ് വളരെ കൃത്യമായിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഒരു 50% എഡ്യൂക്കേറ്റഡ് വിമൻ അൺഎംപ്ലോയിഡ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. അവർക്ക് എങ്ങനെയൊക്കെ സ്കില്ല് നമുക്ക് കൊടുക്കാൻ പറ്റും, ഏതൊക്കെ സ്കില്ല് കൊടുത്താലാണ് ഇവിടെ ആവശ്യം ഡിമാൻഡ് ഉള്ളത്. അപ്പോൾ അത്തരത്തിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ എങ്ങനെ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് കടന്നു വരുന്ന വിദ്യാർത്ഥികളെയും ഒപ്പം തോന്നുന്നു സാർ ഉദ്ദേശിച്ചത് അതിന് ചുറ്റുമുള്ളവർക്കും എങ്ങനെ സ്കിൽ ട്രെയിനിങ് കൊടുക്കാൻ സ്ഥാപനങ്ങൾക്ക് എങ്ങനെ സഹായിക്കാൻ പറ്റും, അതിനെങ്ങനെയാണ് നമ്മൾ പുറത്തുള്ള സ്കോളേഴ്സിനെയും സ്കിൽ ട്രെയിനേഴ്സിനെയും ഒക്കെ നമുക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയുന്നത് എന്നുള്ള കൂടുതൽ ആശയങ്ങളാണ് ഇവിടെ സാർ ഉദ്ദേശിക്കുന്നത്. അപ്പം അതിൽ നമ്മുടെ എല്ലാവർക്കും പങ്കെടുക്കാം, സ്കോളേഴ്സിനും ടീച്ചേഴ്സിനും എല്ലാവർക്കും ഇതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യണം. Yes, already an academic committee is functioning. Rani here is one of the conveners, and Professor Jidirajan is the chairperson, and Professor Ken Harila, who was formerly from the university here, is the co-chair. An academic committee,
which includes many prominent persons. അവർ വർക്ക് ചെയ്യുന്നുണ്ട്. It's already there. And I think today that site will be fully operational. എല്ലാ വിവരങ്ങളും സൈറ്റിൽ വന്നുകൊണ്ടിരിക്കും. കാരണം ഹൈബ്രിഡ് മോഡിൽ ഇത്രയും വലിയൊരു പരിപാടി വിച്ച് ക്യാൻ സപ്പോർട്ട് 1 lakh persons സപ്പോർട്ട് ചലഞ്ചിങ് ആണ്. വി ആർ യൂസിങ് വി കൺസോൾ ടെക്ജൻഷ്യ, നേരത്തെ പറഞ്ഞ ജോയ് സെബാസ്റ്റ്യന്റെ ടെക്നോളജിയാണ് ഇതിന് ഉപയോഗിക്കുന്നത്. Yes. എന്റെ പേര് ആദർശ് എന്നാണ്. ഞാനിവിടെ പൊളിറ്റിക്സിൽ PhD ചെയ്യുകയാണ്. എന്റെ PhD വിഷയം ആക്ച്വലി ഇത് തന്നെയാണ്. കേരളത്തിൽ നിന്നുള്ള സ്റ്റുഡന്റ് മൈഗ്രേഷനെ പറ്റിയാണ് എന്റെ PhD ചെയ്യുന്നത്. അതുകൊണ്ട് ഇന്ത്യ രാജ്യത്തിലും ഹൈദരാബാദ് സ്ഥലമൊക്കെയുള്ള CDS ഒരു ഇതേ വിഷയത്തിൽ തന്നെ പേപ്പർ പ്രസന്റേഷൻ കഴിഞ്ഞ ജനുവരി നടത്തിയത്. പിന്നെയാണ് ഞാൻ PhD ആയിട്ട് മാറ്റി വന്നത്. സാർ ഇപ്പൊ അതേ കാര്യം ഞാൻ ആദ്യം ക്ലാസ്സിനെ ഈ പരിപാടി പറഞ്ഞപ്പോൾ തന്നെ ഭയങ്കര എനിക്ക് വേണ്ടി തന്നെ വെച്ചിരിക്കുന്ന ഒരു പരിപാടി പോലെ തോന്നി. You came for that seminar in CDS? Yes, sir. Then you must have received my invite. Did you present a paper there? Yes, I did. You are in. Oh, paper present. Our paper present ഒക്കെ ഞാൻ കത്തെഴുതിയിട്ടുണ്ടായിരുന്നു. Okay, please go on. ഞാൻ പ്രസന്റ് ചെയ്തിരുന്നു. കഴിഞ്ഞ ഈ മാർച്ച് നടന്ന കോൺഫറൻസിൽ അതിൽ പ്രസന്റ് ചെയ്തു. സാർ ഇപ്പോൾ ഈ പറയുന്ന കാര്യം സ്റ്റുഡന്റ് മൈഗ്രേഷന്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഈ തോന്നുന്ന കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. ഈ ഇപ്പോഴത്തെ റെമിറ്റൻസസ് കുറയുന്നു എന്ന് പറയുന്ന കാരണമില്ല. ഞാനിപ്പോ ഈ കഴിഞ്ഞ 5-6 മാസമല്ല എന്റെ കൂടെ പഠിച്ചു. ഞാനിപ്പോ നാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ തന്നെ എന്റെ കൂടെ പഠിച്ചവർ മിക്കവരും ഇങ്ങോട്ട് ഇല്ല. അതിൽ കുറഞ്ഞ ശതമാനം ആൾക്കാരേ ഉള്ളൂ. അതെന്റെ മാത്രമല്ല, ഈ ഇവിടെ ഇരിക്കുന്ന പ്രായത്തിലുള്ള പലർക്കും അറിയാം. അവരുടെ എല്ലാം സാഹചര്യമായിരിക്കും. നമ്മൾ തിരിച്ച് നാട്ടിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ കൂട്ടുകാരുടെ പുറത്തു പോകുന്ന കാര്യം. ഈ പുറത്തു പോകുന്ന ഇവരോടൊക്കെ ഞാൻ സംസാരിച്ചത് വഴി പിന്നെ ഈ ബാങ്ക് മാനേജേഴ്സുമായിട്ട് നമ്മൾ സംസാരിക്കേണ്ട ഒരു ആവശ്യകത ഇന്നുണ്ട്. ഇപ്പം ഈ പണ്ട് പോകുന്നവരെ പോലെ അല്ലല്ലോ. ഇപ്പം മുതലൊക്കെ വലിയ പൈസ ലോൺ എടുത്ത് പോകുന്നതാണ്. ഈ ബാങ്ക് മാനേജറോട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യമാണ്, ഇവിടെ ഈ നമ്മുടെ ഈ NRI അക്കൗണ്ട് എന്ന് പറഞ്ഞ സാധനം ഇല്ലാതെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. അതായത് ഈ റെമിറ്റൻസ് ഇല്ലാത്തതിന് കാരണം പണ്ടത്തെ പോലെ പ്രൈവേറ്റിലെ പോലെ ആൾക്കാരവിടെ അവിടെ പോയി തിരിച്ച് ഇവിടെ ഇൻവെസ്റ്റ് വരുന്നതല്ല. എങ്ങനെയെങ്കിലും അവിടെ PR സിറ്റിസൺ ആയി ഉള്ള പൈസ എല്ലാം അവിടെ, അതായത് ഈ തിരിച്ചു ഇവിടെ അക്കൗണ്ട് പോലും ഇല്ല. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ആൾക്കാർക്ക് ഈ പോകാനുള്ള ഒരു ആഗ്രഹം കാരണം പോകുന്നു എന്നൊരു നമ്മൾ പലപ്പോഴും ഞാൻ തന്നെയും പലപ്പോഴും കണക്കിലെടുത്തില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പൊ കേരളത്തിൽ ഇതുപോലെയുള്ള ഒരു ജോലി അൺഎംപ്ലോയ്മെന്റ് എന്നൊരു പ്രശ്നം മാത്രമല്ല, നമുക്ക് പോകാൻ ഒരു ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പോകുന്നത് എന്നുള്ളൊരു കാര്യം കൂടി പലർക്കും ഉണ്ട്. ഇവിടെ പോയിട്ട് പലരും വളരെ കഷ്ടപ്പെട്ടൊക്കെയാണ് ജീവിക്കുന്നത്. അപ്പോൾ അവര് പറയുന്നത് നമുക്ക് ഈ കേരളത്തിൽ നിൽക്കാൻ ഈ ജോലി ഇല്ലാത്തത് മാത്രമല്ല, അവർ പോകാൻ ഒരു ആഗ്രഹമുണ്ട് എന്നതുകൊണ്ട് കൂടിയാണ് അവർ പോകുന്നത് എന്നാണ്. അപ്പോൾ അവരെ പോകാൻ പ്രലോഭിപ്പിക്കുന്ന ഈ ആഗ്രഹങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അത് കേരളത്തിൽ എന്തുകൊണ്ട് ഈ ഇതൊന്നും സാധിക്കാൻ പറ്റും, ഇങ്ങനെ ജീവിതത്തിൽ ഇവിടെ സാധിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് അത് ഈ എംപ്ലോയ്മെന്റ് പ്രശ്നം മാത്രമല്ല, കൾച്ചറൽ ആയിട്ടുള്ള നമ്മുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടുകളുടെ എല്ലാ പ്രശ്നമായിട്ടുള്ള ഈ പറഞ്ഞ ഈ മൈഗ്രേഷൻ ചർച്ചകൾക്കൊന്നും വരാത്ത കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം അതാണ്. അപ്പൊ അതിന്റെ ഒരു ഡിസ്കഷൻ കൂടെ ഇതിൽ ഉണ്ടാവണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഈ ഇഷ്യൂസ് ഒക്കെ നമുക്ക് അവിടെ ചർച്ച ചെയ്യാം. We'll keep to methodology. What is the substance? What exactly is happening to migration? അധികം താമസിക്കുന്നതിന് മുമ്പ് this window of opportunity of migration led growth in Kerala will be closed. Not at close. കുറച്ചാളെ തുടങ്ങി ഗൾഫിൽ നിന്ന് തിരിച്ചുവർ. Gulf returnees are more than new migrants to Gulf. But when they come, അവിടെയുള്ള സേവിങ്സ് ഒക്കെ എടുത്തുകൊണ്ട് വരുന്നതുകൊണ്ട് remittances as a whole didn't decline. But now it has started to decline. That is the sense of urgency. Something has got to be done, you see, before this window is closed. നീ വെച്ച് താമസിക്കാൻ പറ്റത്തില്ല. To move വളരെ വേഗത്തിൽ എന്തെങ്കിലും ചെയ്യുന്നതിലേക്ക് പോകണം. അപ്പോൾ ഈ മൈഗ്രന്റ് സെൻട്രിക് എന്ന് പറഞ്ഞാൽ ഇതുവരെ ഐ എം സർട്ടൻ നോബഡി ഹാസ് ആസ്ക്ഡ് ദം നിങ്ങളുടെ കാശിന്റെ കാര്യവും അതിങ്ങനെ സേവിംഗ് ഒക്കെ ചർച്ച ചെയ്യും.
അതല്ല നിങ്ങൾക്ക് എന്തിനാ, ഞാൻ പറഞ്ഞില്ല എന്റെ കാര്യം ഇതുവരെ എന്നോട് ചോദിച്ചിട്ടില്ല, ഞാൻ പിന്നെ അങ്ങോട്ട് പറയേണ്ടി വന്നു. നിങ്ങൾ ഇതുവരെ ചോദിച്ചിട്ടില്ലല്ലോ എന്നെ. അതുപോലെ നമ്മളാരും ചോദിക്കാറില്ല. നമ്മളെല്ലാം നദകജനമായിട്ട് നമ്മൾ കഴിഞ്ഞു കൊടുക്കൊണ്ടിരിക്കുക. മോർ ദാൻ ദ യൂണിവേഴ്സിറ്റീസ് ഐ ആം സീയിങ്, നമ്മുടെ കോളേജുകളിലാണ് അല്ലേ പിള്ളേര് പഠിക്കണേ. അവിടെ നിന്ന് വരുന്ന പിള്ളേരല്ലേ ഇവിടെ ഉള്ളത്. അവർക്ക് ക്വാളിറ്റി എഡ്യൂക്കേഷൻ ഇങ്ങനെയല്ലാതെ എങ്ങനെ കൊടുക്കാം? പക്ഷെ അവിടെ പഠിച്ചു പോയി പുറത്തുള്ളവര് അവിടെ തന്നെ വരുന്നു, ഓൺലൈനായിട്ട് കുട്ടികളെ സഹായിക്കുന്നു. അങ്ങനെ ഒരു ഫെർവർ ഉണ്ടാക്കണം കേരളത്തെ നന്നാക്കാൻ വേണ്ടിയിട്ട്. യെസ് പ്ലീസ്, നമുക്കിത് എങ്ങനെ കൂടുതൽ മെച്ചപ്പെട്ട് നടത്താൻ പറ്റും, എങ്ങനെ പ്രായോഗികമായിട്ട് ഇവിടെ ചെയ്യാൻ പറ്റുക, സജഷൻസ്. നമ്മുടെ കേരളത്തില് ഈ മൈഗ്രേഷൻ മുൻകാലങ്ങളിൽ നമ്മുടെ ഡിഗ്രി അതുപോലെ പോസ്റ്റ് ഗ്രാജുവേഷൻ അല്ലെങ്കിൽ PhD കഴിഞ്ഞാണ് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഈ അടുത്ത കാലത്തായിട്ട് നമ്മൾ കാണുന്നത് പ്ലസ് ടു കഴിഞ്ഞ് തന്നെ നിരവധിയായുള്ള വിദ്യാർത്ഥികൾ പോകുന്നുണ്ട്. അപ്പൊ അതുകൂടി Yeah, there will be one session on student migration. ഇപ്പൊ തന്നെ അതിനെക്കുറിച്ച് പഠിക്കുന്ന പലരും ഉണ്ട്. സോ അവരെയൊക്കെ നമ്മൾ ക്ഷണിക്കുന്നുണ്ട്, അത് പഠിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ അതൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. ഇനി അത് തുടങ്ങി അവരവங்க അവിടെ സെറ്റിൽ ചെയ്താലും ഓൾ റൈറ്റ്, നിങ്ങൾ അവിടെ സെറ്റിൽ ചെയ്യും. പക്ഷെ ഇത് നിങ്ങൾക്ക് കേരളത്തിന് വേണ്ടി ചെയ്യാം. ഇൻഫാക്ട് എനിബഡി വിൽ ഫീൽ ഹോണേഡ് ഹിയർ ദാറ്റ് യു ആർ ബീങ് വാണ്ടഡ് ബൈ യുവർ ഹോം സ്റ്റേറ്റ്. ഇങ്ങനെ ഒരു സഹായം വേണം. I think I would be I feel very honored to be invited if I were outside. നിങ്ങൾ ഇങ്ങനെ ചെയ്യണം. അപ്പോൾ അത് we will have to devise ways how it can be done. അത് ഇവിടെ തീരുമാനിക്കേണ്ട. ആ സെമിനാറിൽ ആൾക്കാർ പറയട്ടെ, ഞങ്ങൾ ഇങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ബന്ധപ്പെടാം, ചെയ്യാം. ഇവിടെ ഉണ്ടാവും ഹൈബ്രിഡ് മോഡാണ്. സോ ഓൾ ഓഫ് യു ഷുഡ് രജിസ്റ്റർ ഇൻ. വലിയ ദൂരമൊന്നുമല്ലല്ലോ, ഫിസിക്കലി പാർട്ടിസിപ്പേറ്റ്. സോ ദാറ്റ് ഹൈബ്രിഡ് മോഡിൽ നമുക്ക് ഇവിടെയും ഒരു ടീം ഇരിക്കാം അവരോട് കോൺവേഴ്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. സോ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ഫ്രം ദോസ് ഹു ആർ ഔട്ട്സൈഡ് വിൽ ബി സ്പീക്കിംഗ്. ഒരു 4 പ്ലാറ്റ്ഫോമിൽ ഒരേ സമയം നടക്കും. ടൈം സോൺസ് നോക്കി നോർത്ത് അമേരിക്ക 1, യൂറോപ്പ് 2, ഗൾഫ് ആൻഡ് നോർത്ത് ആഫ്രിക്ക 3, ആൻഡ് അതർ സ്റ്റേറ്റ്സ് ഇന്ത്യ 4. അങ്ങനെ 4 പ്ലാറ്റ്ഫോമിൽ. അമേരിക്ക വിൽ സ്റ്റാർട്ട് ഡിസ്കഷൻ 3-4 in the morning, and ഗൾഫിലൊക്കെ രാത്രി 10 മണിക്കും എല്ലാം ചർച്ച തുടർന്നുണ്ടാവും. They can speak. ഇപ്പൊ കേൾക്കാൻ ഇവിടെ ആരുണ്ടാവും? We are inviting all the migrant families in പത്തനംതിട്ട. എല്ലാവരും കത്ത് കൊടുത്ത് വിളിക്കാം വീടുകളിൽ, നിങ്ങൾ വരണം. I think there will be some enough curiosity aroused for people to come and see what's happening. അപ്പോൾ കേൾക്കാനും ആളുണ്ടാവും എന്ന് പ്രതീക്ഷിക്കും. നമ്മുടെ ഈ യൂണിവേഴ്സിറ്റിയിൽ നിന്നും വിദേശത്ത് പോയിട്ടുള്ള സയൻറ്റിസ്റ്റുകൾ, ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സയൻറ്റിസ്റ്റുകൾ പലപ്പോഴും നമ്മുടെ ഈ യൂണിവേഴ്സിറ്റിയിൽ അവർ നാട്ടിൽ വരുമ്പോൾ ഇവിടെ വന്ന് അക്കാദമിക് കോൺട്രിബ്യൂഷൻ നടത്താറുണ്ട്. ആണോ? വെരി ഗുഡ്. നമ്മളത് കൂടുതൽ സിസ്റ്റമാറ്റിക് ആക്കണം, ജനറലൈസ്ഡ് ആക്കണം. നമ്മുടെ വലിയ സീനിയർ ആയിട്ടുള്ള ആളുകൾ മാത്രമല്ല, ചെറുപ്പക്കാര് പാസ്സായി പോയിട്ട് അവർ ഫ്രോണ്ടിയർ മേഖലയിലാണ് വർക്ക് ചെയ്യണത് പലരും. എനിക്ക് തന്നെ അറിയാവുന്നവർ, എനിക്ക് മനസ്സിലാത്ത കാര്യങ്ങൾ ആരോട് ചോദിക്കുമ്പോഴൊക്കെ നമ്മൾ വലിയ കാര്യത്തിന് എന്താ ഇപ്പൊ പഠിക്കണമെന്നൊക്കെ ചോദിക്കുമ്പോൾ പറയുമ്പോൾ അവരെയൊക്കെ നമുക്ക് ബന്ധിപ്പിക്കണം. ഓക്കെ, നമ്മുടെ കുട്ടികളുടെ ഐഡിയത്തോൺ ഒരു ഇന്നോവേഷൻസ് ഐഡിയ വെക്കുന്നു, ഇനി അതെങ്ങനെ കമേഴ്ഷ്യൽ പ്രൊഡക്റ്റ് ആക്കി മാറ്റാം. ഇവരെ വർത്തമാനം പറയാനും സഹായിക്കാനും എത്രയോ പേരെ വിദേശത്ത് നിന്ന് നമുക്ക് എടുക്കാൻ പറ്റും. അതല്ലെങ്കിൽ കോളേജിലുള്ള ആൾക്കാർ മാത്രമല്ലേ ഉണ്ടാവുള്ളൂ. ആ ഇന്നോവേഷൻ സിസ്റ്റം ഉണ്ടാക്കുന്നതിൽ ഇവർക്ക് വലിയ പങ്ക് വഹിക്കാൻ പറ്റും. ഐഡിയ കുട്ടിക്കുണ്ട്, അത് പ്രൊഡക്റ്റാക്കി മാറ്റാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് വേണം. ഓക്കെ, അതിനൊക്കെ എങ്ങനെയാണ് നമുക്കൊരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ റിക്വയർമെന്റ് വെക്കുക, അവർക്ക് ലോഗിൻ ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഡേറ്റാബേസ് ഉണ്ടാക്കുക ബൈ ഡിഫറെന്റ് ഡിസിപ്ലിൻസ് ആൻഡ് കേപ്പബിലിറ്റീസ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു
പെർമനന്റ് ആയിട്ട് ഈ ഡയലോഗ് നടത്താൻ, കോൺവെർസേഷൻ നടത്താൻ യൂണിവേഴ്സിറ്റികളിലൊക്കെ സംവിധാനങ്ങൾ വേണ്ടി വരും. റൈറ്റ്. ഒപ്പം തന്നെ ഒരു ഡേറ്റാബേസ് ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനും ഇത്തരത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന വിവിധ രാജ്യങ്ങളിലുള്ള സ്കോളേഴ്സിന്റെയും ടെക്നീഷ്യൻസിന്റെയും ഒക്കെ ആയിട്ടുള്ള ഒരു ഡേറ്റാബേസ് ഉണ്ടാക്കുക. ഏത് തരത്തിലുള്ള സ്കിൽ ട്രെയിനിങ് ഒക്കെയാണ് കുട്ടികൾക്ക് കൊടുക്കേണ്ടത്, അത് ഇവരുമായിട്ട് ഡിസ്കഷൻ നടത്താൻ ഒരു പ്ലാറ്റ്ഫോം, ഹൈബ്രിഡ് പ്ലാറ്റ്ഫോമിൽ തന്നെ ചെയ്യുന്ന അത്തരത്തിലൊരു കാര്യം നമുക്ക് ഇതിന്റെ ഭാഗമായിട്ട് ചെയ്യാൻ പറ്റില്ലേ? ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനും അടുത്ത ഓരോ ഡിപ്പാർട്ട്മെന്റിലും തന്നെ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. അതുപോലെ നമ്മുടെ MG യൂണിവേഴ്സിറ്റി കീഴിലുള്ള എല്ലാ കോളേജസിനെയും നമുക്ക് ഇക്കാര്യത്തിൽ ഒരു അറിയിച്ചാൽ, കാരണം നമ്മൾ 24 പുതിയ സ്കിൽ ഓറിയന്റഡ് UG പ്രോഗ്രാമാണ് തുടങ്ങാൻ പോകുന്നത്. ആക്ച്വലി നമ്മുടെ എല്ലാ സ്റ്റുഡൻസിനും സ്കിൽ ട്രെയിനിങ് കൊടുക്കേണ്ടതുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ മോസ്റ്റ് അഡ്വാൻസ്ഡ് ടെക്നോളജിക്കൽ ലെവലിലുള്ളത് കൊടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇതിലൂടെ നമുക്ക് സാധ്യമാക്കി എടുക്കാൻ കഴിയും. പക്ഷെ അതിന് നമ്മളുടെ എല്ലാവരുടെയും ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ അതിനകത്ത് വേണം. അത്തരത്തിൽ ക്ലബ്സോ സെൽസോ ഒക്കെ ഉണ്ടാക്കിയെടുത്ത് നമ്മൾ ഈ കോൺക്ലേവിന്റെ ഭാഗമായി തന്നെ നിൽക്കും. മൂന്ന് കൺസെപ്റ്റ് കാര്യങ്ങളുണ്ട്. ഒന്ന് മെറ്റാ യൂണിവേഴ്സിറ്റി എന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. അശോക ചെയ്യുന്നുണ്ട്. അശോക എഡിൻബർഗായിട്ട് ഒരു MOU അല്ല, മെറ്റാ യൂണിവേഴ്സിറ്റി കൺസെപ്റ്റ് 3-4 യൂണിവേഴ്സിറ്റികൾ ക്ലബ് ചെയ്തിട്ട് ടീച്ചേഴ്സിനെ മൊബിലിറ്റി എൻഷുർ ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് മെറ്റാ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. ഒരു ഉദാഹരണമാണ്. നമുക്ക് എന്തുകൊണ്ട് ഇവിടെ പഠിച്ചു പോയ ആളുകൾ വർക്ക് ചെയ്യുന്ന യൂണിവേഴ്സിറ്റികളായിട്ട് മെറ്റാ യൂണിവേഴ്സിറ്റി കൺസെപ്റ്റിൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന കോഴ്സോ അല്ലെങ്കിൽ ഒരു ഷോർട്ട് ടൈം പ്രോഗ്രാമോ അല്ലെങ്കിൽ ഒരു ഓഡിറ്റ് കോഴ്സ് പോലും പോസിബിളാണ്. നമ്പർ 2, ഒരുപാട് പേര് ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ ഡൽഹിയിൽ നിന്ന് റിട്ടയർ ചെയ്തോ കുറേ പേര് ജയിലിനൊക്കെ വന്ന് ചെയ്യുന്നുണ്ട്. ഇതൊരു ഫാക്കൽറ്റി റീചാർജ് എന്നൊരു പ്രോഗ്രാം. ഫാക്കൽറ്റി റീചാർജ് എന്ന് പറയുന്ന കൺസെപ്റ്റ് റിട്ടയർ ചെയ്തോ അല്ലെങ്കിൽ കുറച്ചുകൂടി റിലാക്സ്ഡ് ആയിട്ട് ലൈഫൊക്കെ ചെയ്യുന്ന ടീച്ചേഴ്സ് യൂണിവേഴ്സിറ്റിയുടെ ഒരു കരിക്കുലം ഡെവലപ്മെന്റിലും ടീച്ചിങ്ങിലൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതാണ് ഫാക്കൽറ്റി റീചാർജ് പ്രോഗ്രാം എന്ന് പറയുന്നത്. അങ്ങനെ ഒരുപാടുണ്ട്. ഇപ്പോൾ ഡൽഹിയിൽ ഒരു സാഹചര്യം പൊളിറ്റിക്കൽ സാഹചര്യം നാട്ടിൽ വന്ന് ഒരുപാട് നേരെ റിവേഴ്സ് മൈഗ്രേഷൻ ഉണ്ടല്ലോ. അതിനെങ്ങനെ ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റുന്ന പറയുന്ന SIS പ്രൊഫസർ തിരുവനന്തപുരത്ത് താമസിക്കുന്നുണ്ട്. ഇപ്പോഴും ക്ലാസ് എടുക്കാൻ പറ്റുന്ന ആൾക്കാരാണ്. അങ്ങനെ കുറേ ആളുകൾ ജോസ് ബോംബെ ഒരുപാട് പേര് ഇപ്പം കേരളത്തിൽ സെറ്റിൽ ചെയ്യും, വയനാട്ടിലും ഇടുക്കിയിലൊക്കെ സെറ്റിൽ ചെയ്യും. ഇവരെങ്ങനെ ഉപയോഗിക്കാൻ പറ്റും ഫാക്കൽറ്റി റീചാർജ് പ്രോഗ്രാം. മറ്റൊന്ന് ഈ സിലബസ് ഫ്രെയിം ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടെ ഇങ്ങനെയുള്ള ആ സ്റ്റേജിൽ തന്നെ കുറെ ഫോറിൻ സ്കോളേഴ്സ് ഉണ്ട്. ഇന്ത്യൻ സ്കോളേഴ്സ് ആർ സെറ്റിൽഡ് ഇൻ US or UK or some other countries. അവരെ ഉപയോഗിക്കാൻ പറ്റുന്നു. കാരണം പലപ്പോഴും നമ്മുടെ പ്രശ്നം വെച്ചാൽ നമ്മുടെ സിലബസിന് ഏറ്റവും വലിയ പ്രശ്നം, കാരണം ICSE CBSE വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സിലബസ് ആണ് സോഷ്യൽ സയൻസിൽ. നേരെ താഴെ വന്നിട്ട് വരുന്നത് അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമിന് കേരളത്തിലെ കോളേജുകൾ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി അധികാരികൾ ഉണ്ടാക്കുന്ന സിലബസ് ആണ്. മറ്റേ നിരാദ്യ പട്ടാചാര്യം പട്ടാചാര്യം ഉണ്ടാക്കുന്ന സിലബസിന് ഏറ്റവും വലിയ പ്രശ്നമാണ്. കുട്ടികൾ എന്തുകൊണ്ട് ഡൽഹിയിലേക്ക് അല്ലെങ്കിൽ പുറത്തേക്ക് പോകുന്നതിന് പ്രധാന കാരണം സിലബസ് ആണ്. നമ്മൾ ഒരുപാട് ഡിസ്കഷൻസ് ഫോമിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാറുണ്ട്. സെൽഫ് ഫിനാൻസിങ് വേണോ മറ്റു വേണോ എന്നൊക്കെ പറഞ്ഞ് ഡിസ്കസ് ചെയ്യും. പക്ഷേ കണ്ടന്റിനെ കുറിച്ചുള്ള ഡിസ്കഷൻ ആദ്യമായിട്ടാണ് കുറച്ചുകൂടി ആദ്യമായിട്ടാണ് ഇപ്പോൾ ഈ ക്രൈസിസ് വന്നതിന് ശേഷം ആദ്യമായിട്ട് നമ്മൾ അത് അഡ്രസ് ചെയ്യുന്നു. എന്തായാലും ഇങ്ങനെ ഈ സിലബസ് മാറ്റാതെ കേരളത്തിൽ രക്ഷയില്ല. പിന്നെ കുറെ കൂടെ പ്രാക്ടീസ് ബേസ്ഡ് ഔട്ട്പുട്ടാണ് കുറെ കൂടെ ഈ കൺവെൻഷണൽ ഒരു അസൈൻമെന്റ് PhD thesis ഒക്കെ സമീപിക്കുന്നതിന് കുറെ കൂടെ പ്രാക്ടീസ് ബേസ്ഡ് ആക്കി മാറ്റാനുള്ളതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പുറത്തുള്ള ആളുകൾ ഈ പ്രത്യേകിച്ച് UGC ട്രെയിനിങ് പ്രോഗ്രാം പിന്നെ ജോയിന്റ് കോഴ്സസ് ഒക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്. പിന്നെ റെഗുലേഷൻസ് വന്നിട്ടുണ്ട്. അപ്പൊ അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മെറ്റാ യൂണിവേഴ്സിറ്റി എന്നുള്ള കൺസെപ്റ്റ് ഉണ്ടാക്കി 3-4 ഈ ട്വിനിങ് വെച്ചിട്ടൊരു മെറ്റാ യൂണിവേഴ്സിറ്റി കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന പോസിബിലിറ്റി ഉണ്ട്. Yeah, good. I hope you write it up. No, see, നമുക്ക് ഒന്ന് a series of recommendations which would go to the government and policy makers. അതുണ്ടാവും. ഇത് കേരള പഠന കോൺഗ്രസിന്റെ മുന്നോടിയായിട്ട് നടത്തുന്ന സെമിനാറാണ്. കേരള പഠന കോൺഗ്രസ് 4 നടന്നു, 5ാമത്തേതാണിത്. ഇത് കൂടുതൽ ഇഫക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് ഒരു സമ്മേളനമല്ല, ഇതിന്റെ പ്രിപ്പറേറ്ററി 20 സമ്മേളനങ്ങൾ നടത്തുന്നു. അതിലൊരു സമ്മേളനത്തിന്റെ കാര്യം നമ്മൾ ചർച്ച ചെയ്യും. അതിന്റെ ഔട്ട്കം സർക്കാരിന്റെ നയരൂപീകരണത്തിന് സഹായിക്കാൻ കൊടുക്കുക,
മുമ്പ് പഠന കോൺഗ്രസ്സുകളൊക്കെ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. That I can show you. ഈ പീപ്പിൾസ് പ്ലാൻ തന്നെ ഡയറക്ട്ലി ലിങ്ക് ടു ദ ഫസ്റ്റ് പഠന കോൺഗ്രസ്. അപ്പോൾ അത് നിശ്ചയമായിട്ടും ഫോർമുലേറ്റ് ചെയ്ത് കൊടുക്കും. ഞാൻ പറഞ്ഞത് എന്നിട്ട് അങ്ങനെ അത് പുഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഒരു ചെറിയ എക്സ്പെരിമെന്റ് വിത്ത് PMU ഡെമോൺസ്ട്രേറ്റ് ക്യാമ്പയിനാണ്. ഞാൻ പറഞ്ഞു ലൈബ്രറിയിൽ ഞങ്ങൾ ചെയ്യുന്നത് ഇപ്പൊ എനിക്ക് എല്ലായിടത്തും പറയാനൊരു സാധനം ഞങ്ങൾ ഇങ്ങനെ ചെയ്തിട്ട് നടക്കുന്ന കാര്യം. So suppose we demonstrate that this is possible in one place, then definitely it can be scaled up. Excuse me, sir. Yeah. Sir, ഈ മൈഗ്രേഷൻ കോൺക്ലേവിനെ കുറിച്ച് കുറച്ചുകൂടി വിശദാംശങ്ങൾ രണ്ടു കാര്യങ്ങൾ. ഒന്ന് സാർ, ഇപ്പം നമ്മളിത് പല തിമാറ്റിക് ഏരിയാസ് അങ്ങനെ ഉണ്ടാവുമല്ലോ, അതിനെക്കുറിച്ച്. പിന്നെ അതുപോലെ തന്നെ സർ പറഞ്ഞു സർവകലാശാലയായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ടാണ്. അപ്പൊ നമുക്ക് ഇപ്പൊ നമ്മുടെ സർവകലാശാലയിൽ നമ്മുടെ ഡിപ്പാർട്ട്മെന്റായിട്ട് ബന്ധപ്പെട്ടുണ്ടെങ്കിൽ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഉള്ള ഒരു കൃത്യതയ്ക്കൂടെ വേണ്ടിയാണ് സാർ. അതായത് നമ്മളിപ്പോ കുറച്ചുകൂടി ഐഡന്റിഫൈ ചെയ്യും. അപ്പൊ നമ്മൾ ആ മീറ്റിംഗിൽ അവര് വരുന്നില്ല, അവർ ഓൺലൈൻ ആയിട്ട് വരുന്നു. ആ ആൾക്കാരെ അത് ആ യൂണിവേഴ്സിറ്റിയായിട്ട് മാത്രം ബന്ധപ്പെട്ട് മുമ്പോട്ട് പോവാണോ നമ്മൾ ചെയ്യുന്നത്, സംസ്ഥാന വ്യാപകമായ ഒരു പോർട്ടൽ ഉണ്ടാക്കി അങ്ങനെ പോവാണോ? അപ്പൊ അങ്ങനെയുള്ള കുറച്ച് വിശദാംശങ്ങൾ ഒന്ന് പറയാൻ നമുക്ക് അവരുമായിട്ട് ബന്ധപ്പെടും. Okay. Second day is a normal seminar. Okay. Like the history of migration from Kerala, the present characteristics of migrant communities in various places, Gulf remittances and the economic impact, return migration, ividutte immigration laws, avudutte labor conditions, and cultural issues, gender and migration. ഇങ്ങനെ ഒരു 16 തീമുകൾ. ഇനി വേറെ ആരെങ്കിലും ഞങ്ങൾ വേറൊരു കാര്യം ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതുമായി ബന്ധപ്പെട്ട് we will always provide the space by increasing the number of sessions. അത് പ്യൂർലി അക്കാഡമിക് ആയിട്ടുള്ള ഡിസ്കഷൻ വിത്ത് പ്രോപ്പർ പ്രസന്റേഷൻ ഓഫ് പേപ്പേഴ്സ് ആൻഡ് അവിടെ നിന്ന് റെക്കമെൻഡേഷൻസ് എല്ലാം എടുക്കും. അവിടെയും സ്കില്ലിങ്ങിന്റെ അക്കാഡമിക് ഡിസ്കഷൻ ഉണ്ട്. അവിടെയും ഉന്നത വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ചുള്ള ഒരു അക്കാഡമിക് ഡിസ്കഷൻ ഈ രണ്ടാം ദിവസം. ഒന്നാം ദിവസം ഓപ്പൺ ഹൗസിന്റെ സ്വഭാവത്തിലാണ്. ദാറ്റ് ഭയങ്കര സ്ട്രക്ചേർഡ് ഓവർ സ്ട്രക്ചറും ചെയ്യാതെ മനുഷ്യന്മാർ ഇതാണ് നമ്മുടെ ആവശ്യം, അതിനെക്കുറിച്ച് വർത്തമാനം പറയാൻ നമ്മൾ അനുവദിക്കുന്നു, സഫിഷ്യന്റ് സമയമെടുത്തിട്ട്. അപ്പോ പത്തനംതിട്ടയിലെ ആൾക്കാർ മാത്രമല്ല, ഈ കേരളത്തിലുള്ള മുഴുവൻ സർവകലാശാലകളുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള അലുമിനിയം പണ്ഡിതന്മാര് അവർക്കൊക്കെ സംസാരിക്കാം, അവർക്കൊക്കെ നോട്ട് തരാം. അതെല്ലാം വിൽ go into the making of the ഒരു പോളിസി ഫ്രെയിം, ഒരു എങ്ങനെയാണ് ഇത് സാധനം ചെയ്യേണ്ടതെന്ന് ധാരണയിലെത്താൻ സഹായിക്കും. ഇത്രയും പേരെ പങ്കാളിയാക്കുന്നതിനാണ്. There will be a sense of ownership. ഇവിടെ 3-4 പേര് ഇരുന്നിട്ട് വിദ്വാന്മാര് ലോകത്ത് നടക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുത്ത് ശരി ഞങ്ങൾ ഇങ്ങനെ ചെയ്യാൻ പോകുന്നത് അവരോട് പറയല്ല. Now everybody who participates, they think they have contributed to making of this program. Therefore they feel some commitment towards that and a sense of ownership എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു നയരൂപീകരണത്തിന് എല്ലാ യൂണിവേഴ്സിറ്റികൾക്കും ഉണ്ടാവും. ബട്ട് അത് പ്രായോഗികമായിട്ട് ഒരു പരിപാടിയിലേക്ക് കൊണ്ടുപോകാൻ മേ ബി MG യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള ഒരു പ്രദേശത്തെ കോളേജുകളും എല്ലാം ഇന്നത്തെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, മൈഗ്രൻസിന്റെ ഡിമാൻഡ് ഉണ്ട്. അവിടെ ഏറ്റവും വലിയ പ്രശ്നം പത്തനംതിട്ടയിലും കോട്ടയത്തൊക്കെ ഉണ്ടാവും. വെസ്റ്റേൺ പെർമനന്റ് മൈഗ്രേഷന്റെ പ്രശ്നം അച്ഛനും അമ്മയും പ്രായം ഒരു വീട്ടിലുണ്ടെന്നുള്ളതാണ്. ഇപ്പൊ ഇത് പ്രശ്നമായി വെച്ചാൽ അവരുടെ മക്കളൊന്നും ഇങ്ങോട്ട് വരാൻ ഉദ്ദേശിക്കുന്നില്ല. സോ ഇപ്പൊ അച്ഛനും അമ്മയും അങ്ങോട്ട് കൊണ്ടുപോയാണ്. ഹൈലി കോസ്റ്റ്ലി. അവർക്കൊന്നും ഇൻഷുറൻസ് ഇല്ല. അവിടെ ചെന്നിട്ട് ഇപ്പൊ ഈ പ്രായത്തിൽ ഇൻഷുറൻസ് എടുക്കണമെങ്കിൽ they have to pay through the nose. So we are saying, all right, we'll provide home care service. But നിങ്ങളുടെ അവിടെ നാട്ടിലെ സ്റ്റാൻഡേർഡിലുള്ള ഹോം കെയർ സർവീസ്.
ഇപ്പൊ ജെറിയാറ്റിക് പ്രായം ചെന്നവരുടെ എന്താ അസുഖം? ഒരാളും ജനറലിസ്റ്റിനെ വിടയില്ല. ഡെമൻഷ്യ രോഗിയാണെങ്കിൽ ഐ ഓൾറെഡി ടോക്ക് ടു അവിടുത്തെ മെഡിക്കൽ കോളേജുകൾ. ഡെമൻഷ്യ പേഷ്യന്റ് മാനേജ്മെന്റ് എങ്ങനെയാണ്? ഒരു 6 മാസത്തെ കോഴ്സ് നിങ്ങൾ കൊടുക്കും. അവർ വില്ലിങ്ങാണ്. പുഷ്പഗിരി പറഞ്ഞ ചെയ്യാം. ഇതുപോലെ മറ്റുള്ളവരും ബിലിവേഴ്സ് ചെയ്യാൻ ചെയ്യാറ്. ഓൾ റൈറ്റ്, നമുക്ക് ഡെമൻഷ്യ പേഷ്യന്റ് 1000 പേരെ നമ്മൾ ഹാൻഡിൽ ചെയ്യണം അവിടെ ജില്ലയിൽ. അപ്പോ ഒരു വീട്ടിലൊന്ന് വെച്ചാൽ 1000 പേരെ ട്രെയിൻ കൊടുക്കണ്ടേ? ക്രാഷ് പ്രോഗ്രാം ആൻഡ് എക്യുപ്മെന്റ്, ആ മെഡിക്കൽ കോളേജോട്ട് ബന്ധം വല്ല കാര്യങ്ങളുണ്ടെങ്കിൽ സ്വല്പം സൈക്കോളജി കാര്യങ്ങൾ പഠിക്കണം. ഈ ഇവിടെ പെരുമാറ്റം ആണ് ഭയങ്കര മാറ്റം ഉണ്ടാവുന്നത്. നമ്മൾ പൊസിഷൻ ചെയ്യും. They have to pay, but it will be a small percentage of what we have to pay in Europe or North America, and we'll provide the most quality service here. Diet വേണം, all right, പണം തരേണ്ടി വരും. പക്ഷെ ഡയറ്റ് ഫാറ്റ് ഫുഡ് വിൽ ബി പ്രൊവൈഡ്. മാർഗത്തിൽ വരെ ഒരിക്കലും വിളിപ്പിച്ചത് കക്ഷിയായിട്ട് ഭയങ്കര തമാശ ബന്ധം ഉണ്ടായതുകൊണ്ട് വിളിപ്പിച്ചു കഴിഞ്ഞിട്ട് പക്ഷെ പറഞ്ഞ് ഇവിടെ ഒത്തിരി പേരുണ്ട്, കാശുണ്ട്, തിന്നാനുള്ള ഭാഗ്യമില്ല. അതുകൊണ്ട് തോട്ടപ്പുഴശ്ശേരിയിൽ ഇദ്ദേഹം ഒരു സർവേ ഒക്കെ നടത്തിയിട്ട് ഇത്ര പേര് 2 പ്രായമുള്ളവർ മാത്രമേ ഉള്ളൂ, അവർക്ക് ഭക്ഷണം കിട്ടുന്നില്ല. അപ്പൊ അത് ഇവർക്ക് എല്ലാ ഭക്ഷണം കഴിക്കാൻ വയ്യ. ഇവരാണെങ്കിൽ ഇവർ 2 പേരും വേറെ ആരൊന്നും വീട്ടിൽ നിർത്താൻ തയ്യാറല്ല. ഇങ്ങനെയുള്ള പലജാതി പ്രശ്നങ്ങളാണ്. അപ്പോ അങ്ങനെയാണ് വീൽസ് ഓൺ വീൽസ് എന്ന് പറഞ്ഞ് പരിപാടി തുടങ്ങി കക്ഷി. സി വി ക്യാൻ പ്രൊവൈഡ്. സോ യു ഹാവ് ബെസ്റ്റ് സർവീസ്. ഇപ്പൊ ജോയിയുടെ പുതിയ ടെക്നോളജി ഉണ്ട്, AI ആണ്. ഈ കിടപ്പ് രോഗിയാണെങ്കിൽ മുഖത്തേക്ക് ഫോക്കസ് ക്യാമറ ഉണ്ടാവും, വേറെ ആളില്ലെങ്കിലും അവര് അനലൈസ് ചെയ്യും മുഖത്ത് വരുന്ന മാറ്റം എല്ലാം വെച്ച് എന്തോ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞ്, ആൻഡ് ദെൻ അലർട്ട് ദ ഡോക്ടർ സർവീസ് വിൽ കം. സീ ഈസ് നോട്ട് എ വീട്ടിലൊരു മെയ്ഡിനെ നിർത്തുന്ന കാര്യമല്ല. വി പ്രൊവൈഡ് ഈ ലെവലുള്ള കെയർ ഞങ്ങൾ തരാൻ തയ്യാറ്. ആ റിവ്യൂ നിങ്ങൾ എടുക്കാൻ തയ്യാറുണ്ടോ? അങ്ങനെ ഒരു ഡയലോഗാണ് ഇത് ഇവിടെ നടക്കാം. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മളൊരു ചെറിയ സ്ഥലത്ത് ചെയ്യാനുള്ള പ്രോഗ്രാം ഉണ്ടാക്കുന്നു. അത് നടപ്പാക്കി വിജയിച്ചിട്ടൊന്നുമില്ല. അത് നടപ്പാക്കണ തന്നെ കാറ്റലിസ്റ്റ് ആയിരിക്കും സ്റ്റേറ്റ് ലെവലിൽ ഇത് കൊണ്ടുപോകാനായിട്ട്. എന്റെ പേര് അശ്വിൻ എന്നാണ്. ഒരു കൺസേൺ എന്ന് പറയുന്നത് ഇത് വളരെ പ്രതീക്ഷയോടുകൂടി നമ്മൾ കാണുന്ന ഒരു പ്രോജക്റ്റ് ആണ് ഈ വരാൻ പോകുന്ന കോൺക്ലേവ്. പക്ഷെ 1-2 കൺസേൺസ് പറയാനുള്ളത്. ഒന്ന്, ഇപ്പം ഞാൻ ഗവേഷകൻ എന്നുള്ള നിലയിൽ സംസാരിക്കുമ്പോൾ ഒരു സാമൂഹിക ശാസ്ത്രം അല്ലെങ്കിൽ സയൻസിലുള്ളവർക്കാണെങ്കിൽ പോലും വലിയൊരു കരിയർ ആൻസൈറ്റിയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പൊ അതിനൊരു ഇന്ററാക്ഷൻ ഇങ്ങനെയുള്ള ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന അക്കാഡമിഷ്യൻസ് അല്ലാതെയുള്ള എന്റർപ്രണേഴ്സ് അവരോടുള്ള ഒരു ഇന്ററാക്ഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ ഇതിനെ കാണുന്നുണ്ട്. സോ അവിടെ പത്തനംതിട്ടയിൽ തിരുവല്ലയിൽ ഇത് നടക്കുന്നതിനോടൊപ്പം പ്രോമിനന്റ് ആയിട്ടുള്ള ആളുകൾ ഡെഫിനറ്റ്ലി ഇപ്പോൾ US നിന്നും UK നിന്നൊക്കെ ആളുകൾ വരുന്നുണ്ട്, യൂറോപ്പിൽ നിന്നൊക്കെ വരുന്നുണ്ട്. അവരെ നമുക്ക് എന്തുകൊണ്ട് നമ്മുടെ ക്യാമ്പസുകളിലേക്ക്, കാരണം സ്റ്റുഡൻസിന് അവിടെ പോയി ഇന്ററാക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവില്ല, കാരണം ലിമിറ്റഡ് ഒരു രജിസ്ട്രേഷൻ ആണ്. പക്ഷേ ഇപ്പം ഫോർ എക്സാമ്പിൾ തിരുവല്ല മാർത്തോമ കോളേജ്, അവിടുത്തെ തന്നെ ഒരു വലിയ നമ്പർ ഓഫ് അലുമിനി ഓൾ ഓവർ വേൾഡ് ഉണ്ട്. ഇവിടുത്തെ നമ്മുടെ ക്യാമ്പസിൽ തന്നെ ഒരുപാട് പേരുണ്ട്, വിവിധ യൂറോപ്പിലും US അടക്കം പ്രോമിനന്റ് ആയിട്ട് ഇൻഡസ്ട്രിയിൽ അടക്കം നിൽക്കുന്നവരുണ്ട്. സോ അവർ ഈ ഭാഗമായി വരികയാണെങ്കിൽ നമുക്ക് അവരെ സ്റ്റുഡൻസുമായിട്ടും റിസർച്ച് സ്കോളേഴ്സുമായിട്ടും ഒരു ഇന്ററാക്ഷൻ പോസിബിൾ ആണോ ഇതിനോടൊപ്പം? അവിടേക്ക് എല്ലാവരും കൂടെ വരിക. പിന്നെ ഓൺലൈൻ ഇന്ററാക്ഷൻ ഒരു പരിധി വരെ എഫക്റ്റീവ് ആണെന്ന് മീൻസ് തോന്നുന്നില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് അവർ വരുന്ന സമയത്ത് അവരെ നമ്മുടെ ക്യാമ്പസുകളിലേക്ക് കൊണ്ടുവരികയും കുട്ടികളുമായിട്ട് ഒരു ഡയറക്റ്റ് ഇന്ററാക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു പോസിബിലിറ്റി ഇതിന്റെ ഒരു പശ്ചാത്തലത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയുമോ എന്നുള്ളൊരു സാധ്യത എന്നുള്ള രീതിയിൽ ചോദിച്ചിട്ടുള്ളതാണ്. ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഈ സബ്ജക്ട് ദാറ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ്. പത്തനംതിട്ടയില് വി ഹാഡ് എ ഡിസ്കഷൻ വിത്ത് പ്രിൻസിപ്പൽസ്, എല്ലാവരും വരുന്നു. അപ്പോ പ്രിലിമിനറി ഐഡിയ വന്നു കഴിഞ്ഞാൽ നമ്മുടെ അലുമിനി അസോസിയേഷൻ ഉണ്ട്. ഞാൻ അലുമിനി അസോസിയേഷൻ ഒന്നും ഈ പെർസ്പെക്റ്റീവിലല്ല വർക്ക് ചെയ്യണേ. ഇനി അങ്ങനെയാവും. സോ ദാറ്റ് ദർ ബി എ കലണ്ടർ. ഇവര് നാട്ടിൽ വരുന്ന സമയം ഏതാണ്, ആൻഡ് നമുക്കറിയാം ഈ ഏരിയയിലെ സ്പെഷ്യലിസ്റ്റ് ഈ സമയത്ത് വരുന്നു. അറ്റ്ലീസ്റ്റ് ദേ ഗീവ് ദ റെലവന്റ് ടോക്ക് ഇൻ ദ പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റ്. കുട്ടികളോട് സംവദിക്കാനും
ടോപ്പ് അണൗൺസ് പോലെ അതൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യാം. എങ്ങനെയാണ് ഇത് ചെയ്യുക, ഓപ്പറേഷണലൈസ് ചെയ്യുക എന്നുള്ളതാണ് തീം. ഐ എം സെയിങ് അവർ പറയട്ടെ, വിൽ പ്രോംപ്റ്റ് സം പീപ്പിൾ ടു സേ. പക്ഷെ നമ്മൾ തീരുമാനിച്ചത് ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട്, ഇതിൽ നിങ്ങൾ ചെയ്യണം എന്ന് പറയല്ല. വി ലീവ് ഇറ്റ് ഓപ്പൺ. ഒരു സംശയം വേണ്ട, നിങ്ങൾ പറഞ്ഞ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ തന്നെയാണ് പലരും പറയാൻ പോകുന്നത്. അങ്ങനെ വരട്ടെ എന്ന് വെച്ചിരിക്കുന്നത്. സോ വി ആർ നോട്ട് ഗോയിങ് ടു മേക്ക് എ പൊസിഷൻ പേപ്പർ. Our position paper comes at the end of the conference on the third day, where in the plenary ഇതിൻ്റെയൊക്കെ ഇൻപുട്ട് ഒക്കെ എടുത്ത് നേരത്തെ തന്നെ ഇൻപുട്ട് എടുക്കാൻ പറ്റും. കാര്യം വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും എന്തെങ്കിലും റിട്ടേൺ അബ്സ്ട്രാക്ട് തരണം. ഫുൾ തന്നില്ലെങ്കിൽ അബ്സ്ട്രാക്ടെങ്കിലും തരണം. സോ യു നോ ദെയർ ആർഗ്യുമെന്റ്. അപ്പൊ അത് വെച്ച് വിൽ ഹാവ് എ ടീം ടു വർക്ക് ഓൺ എ ഫൈനൽ ഔട്ട്പുട്ട്. അതപ്പോൾ സിസ്റ്റമാറ്റിക് ആയിട്ട് ലാസ്റ്റ് പ്ലീനറിയിൽ അൺവെയിൽ ചെയ്യാനും പറ്റും. Then I don't know, ഇങ്ങനെ പല രീതിയുണ്ട്. ബട്ട് ഡെഫിനറ്റ്ലി ഇത് വേണ്ട. എല്ലാം നാട്ടിൽ വരുമല്ലോ, 2 വർഷം കൂടുമ്പോൾ ഒരു വിസിറ്റൊക്കെ വരും. വരുമ്പോ ഇതൊക്കെ വലിയൊരു ഹോണറാണെന്ന്. പഠിച്ച കോളേജില് കൊണ്ടുപോകുന്നു, അവിടെ നിന്ന് വർത്താനം പറയുന്നു, പിള്ളേരെ കാണുന്നു, പണ്ട് പഠിച്ച ക്ലാസ് മുറി പോയി ഇരിക്കണു പോണു. ഇതൊക്കെ പിന്നെ അവിടെ അവരുടെ ഫേസ്ബുക്കിൽ ഇടാം, ഇൻസ്റ്റയിൽ ഇടാം, പഴയ ബെഞ്ചിലിരിക്കുന്നത്. ഇതൊക്കെ ഒരു നൊസ്റ്റാൾജിക് സ്റ്റഫാണ്. സോ yes, sir. There's one dimension I thought that was not addressed here. There is the influx of migrants from other states coming into here. What is that being addressed in this? It will be discussed in one of the sessions, the second day. നമ്മുടെ ഫോക്കസ് ആണല്ലോ സാർ. പിന്നെ ഒരുപാട് എല്ലാ വിഷയങ്ങളും പറയുമ്പോൾ ഇവിടെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് കേരളത്തിന്റെ ഈ ട്രാൻസിഷനിലും മൈഗ്രൻസിന് എന്ത് റോൾ വഹിക്കാൻ പറ്റും. സോ സംതിങ് ന്യൂ നമ്മൾ അങ്ങനെ ചർച്ച ചെയ്തിട്ടില്ല. What you said is very important, Kerala. ഈ കേരളം ചെയ്യാൻ പറ്റുന്ന മിനിമം കാര്യങ്ങൾ ചെയ്യുന്നു. ദാറ്റ്സ് മൈ എനി കൺസേൺഡ് സൊസൈറ്റി. നമ്മൾ അവരെ റെഗുലേറ്റ് ചെയ്യാനാണ് നോക്കുന്നത്. എന്തോ നമുക്ക് ആവശ്യമില്ലാത്തവന്മാർ കുറച്ച് പേര് കയറി വന്നിട്ട് പ്രശ്നമൊക്കെ ഉണ്ടാക്കണമെന്ന്. നമുക്ക് ആവശ്യമുണ്ടായിട്ടാ പറഞ്ഞേ. അവരെല്ലാം പോയി കഴിഞ്ഞാൽ ആര് പിന്നെ ഇതൊക്കെ ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അവരൊക്കെ ഒരു ദിവസം വരെ എല്ലാവരും പറഞ്ഞു കേട്ട് മലയാളി അവരിപ്പണിക്ക് വരത്തില്ല, പഠിച്ചുപോയി. ജോബ് എക്സ്പെക്ടേഷൻസ് ആർ വെരി വെരി ഡിഫറെന്റ്. ഇവര് അനിവാര്യമാണ്. ഇവിടുന്ന് പോകുമ്പോൾ കുറച്ച് പണം മാത്രമല്ല കൊണ്ടുപോകുന്നത്, ഈ കേരളത്തിലെ നല്ല കൾച്ചറിന്റെ ഒരു വശം കൂടി കൊണ്ടുപോകാൻ പറ്റും. അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ പാർട്ട് ഓഫ് അവർ കൾച്ചർ. ഇതിന് പുറത്തുള്ള ഒരു ഇതായിട്ടല്ല നിൽക്കേണ്ടത്. ദ ബെസ്റ്റ് പ്രാക്ടീസ് ഇൻ ദിസ് വേൾഡ് ഈസ് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി. ഊരാളുങ്കൽ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള കോപ്പറേറ്റീവ് മോഡലാണ്. There is a whole thesis in the mainstream economics. കോപ്പറേറ്റീവ് സക്സീഡ് ചെയ്യില്ല, കാരണം ലാഭം ഉണ്ടാക്കിയ അക്യുമുലേറ്റ് ചെയ്യാൻ ഇൻസെന്റീവ് ഇല്ല. അവര് പുതിയ മെഷീനും കെട്ടിടമൊക്കെ പണിതുകൾ ഊരാളെങ്കിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ എന്തിന്റെ കെട്ടിടത്തിന്റെ ഭാഗം തരാൻ പറയാൻ പറ്റുമോ? സോ വൈ ഷുഡ് എനിബഡി അക്യുമുലേറ്റ്? അതുകൊണ്ടാണ് ഇറ്റ് വോണ്ട് അക്യുമുലേറ്റ്. ഇനി അക്യുമുലേറ്റ് ചെയ്താലോ ഇറ്റ് വിൽ ഡീജനറേറ്റ്. കാരണം അപ്പൊ പിന്നെ പുതിയ ആരെയും കയറ്റത്തില്ല. ഞാനതിലും മെമ്പറാണ്, ബാക്കിയുള്ളവരൊക്കെ കൂലി വേലക്കാരായിട്ട് ജോലി ചെയ്താൽ മതി. അപ്പൊ ദിസ് എ വെരി സക്സസ്ഫുൾ കോപ്പറേറ്റീവ്. ഐ ഹാവ് എ ബുക്ക് ഓൺ ഊരാളുങ്കൽ. എങ്ങനെയാണ് ഈ പ്രശ്നം പരിഹരിച്ചതെന്നുള്ളതാണ്. പക്ഷെ രണ്ടാമത്തെ പ്രശ്നമുണ്ട്, ഡീജനറേഷൻ ഹൈപ്പോത്തസിസ്, ദാറ്റ് യു വിൽ ഡീജനറേറ്റ്. അപ്പൊ ഇത് ശരിയാ? ഇപ്പൊ അവിടുത്തെ കെട്ടിട നിർമ്മാണ തൊഴിലാളികളില് ഒരു 20% ഉള്ളൂ മെമ്പേഴ്സ്. നേരത്തെ മെമ്പർ അല്ലെങ്കിൽ ജോലി കിട്ടില്ല അവിടെ. പക്ഷെ ഇപ്പൊ 20 ഇല്ല, 10 ഉള്ളൂ. ബാക്കി മുഴുവൻ. അപ്പൊ ഒരു ക്യാപിറ്റൽ സ്പേം ആയില്ലേ? ഒരു എലീറ്റ് കുറച്ച് തൊഴിലാളികൾ നടത്തി വേറെ ആൾക്കാരെ കൊണ്ട് ജോലി ചെയ്യുന്നു. സോ ദിസ് ഇസ് എ ബിഗ് ചലഞ്ച്. അപ്പൊ അവസാനം 20 years back they took a decision, ഇവർക്കും മെമ്പർ ആവാം. പക്ഷെ ഇപ്പോഴത്തെ മെമ്പർക്ക് വലിയ തുക ഇടണം. ത്രിഫ്റ്റ് എമൗണ്ട് ഉണ്ട്, വിച്ച് ഇസ് കൺവേർട്ടഡ് ഇൻടു ഷെയർ. ഇവർക്ക് വേറെ ഒരു കാറ്റഗറി മെമ്പർഷിപ്പ് എടുത്ത് 10 രൂപ അടച്ചാൽ അദ്ദേഹം മെമ്പർ ആയാൽ യു ഗെറ്റ് ഓൾ ദ റൈറ്റ്സ് ഓഫ് മെമ്പേഴ്സ് ഇൻ ടേംസ് ഓഫ് എമോളിമെന്റ്സ്. നിങ്ങൾക്ക് ആളെ എലക്ട് ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ആ ഡിസ്ക്രിമിനേഷൻ കംപ്ലീറ്റ് സ്റ്റോപ്പ് ചെയ്യും.
The biggest CSR funding goes into teaching them, educating them, skilling them. അവരുടെ കുട്ടികൾ കൂടെ വന്നിട്ടുണ്ടെങ്കിൽ അവരെ പഠിപ്പിക്കാൻ 2 സ്കൂള് ദർ ഫിനാൻസിങ്. സി നമ്മുടെ തന്നെ ചില ബെസ്റ്റ് പ്രാക്ടീസ് ഉണ്ട്. പക്ഷെ കേരളം ആസ് എ ഹോൾ ഒരു കൺസേൺ ആയിട്ട് ട്രേഡ് യൂണിയൻ ചെയ്യുന്നുണ്ട്. കെട്ടിട നിർമ്മാണ തൊഴിലാളി യൂണിയന്റെ ഫണ്ട് എന്ന് പറയുന്ന ക്ഷേമനിധി ഫണ്ട് ഈ കെട്ടിടം പണിയുന്നതൊക്കെ വരാ. ഇവർക്ക് മെമ്പർഷിപ്പും ഇല്ല അവിടെ, അല്ലെങ്കിൽ ഇവര് മെമ്പർഷിപ്പ് എടുക്കാൻ താല്പര്യവും ഇല്ല. പിന്നെ ആരാ മെമ്പർഷിപ്പ് എടുക്കണേ? ഇവിടത്തെ കുറച്ച് പേര് പിന്നെ ഇതോട്ട് ആരും ബന്ധമില്ലാത്ത ആള്. ബട്ട് ദേ വിൽ നെവർ സെറ്റ് എ പാർട്ട് ഓഫ് ദ മണി ഫോർ. നമ്മൾ ഒരുപാട് ഇതിനെക്കുറിച്ച് തിങ്ക് ചെയ്യുന്നുണ്ട്, നമ്മുടെ കൺസേൺസിനെ കുറിച്ച്. സാർ പറഞ്ഞത് ശരിയാ, പക്ഷെ അത് മുഴുവൻ നമ്മൾ എടുക്കുന്നത്. There will be one session, but that's not the main concern of the conclave. I'm not a party to listening to what many things, but then from what we discussed in the morning, it's about the revival of industrial sector in Kerala. We all know that the economy of Kerala is dependent on large number of small scale, micro scale and mini scale industries. ഇതിന് ഗവൺമെന്റിൽ തന്നെ ഓരോന്നിനും ഓരോ ഡയറക്ടറേറ്റ് ഉണ്ട്, ഇഷ്ടംപോലെ ഫണ്ട്സും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. Now bringing in higher education into reviving this industrial sector and bringing in all this പുറത്തു നിന്ന് ഇങ്ങോട്ടേക്ക് അക്കാഡമിക് ആയിട്ട് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന വിഭാഗം ആൾക്കാരെ ഇത്തരം ഒരു കോമൺ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റുകയാണെങ്കിൽ it would be reviving the industry, it would be reviving higher education, and it would be an opportunity for them to interact with both the academic as well as the industrial sector for revival of these areas. And that would probably become one answer for what the research scholar was saying about the job sector in the state of Kerala, which could probably be looked up to. That is one thing. Second is, ഇപ്പോൾ നമ്മുടെ ഹയർ എഡ്യൂക്കേഷനിലും അതുപോലെ തന്നെ ടെക്നിക്കൽ എഡ്യൂക്കേഷനിലും വൊക്കേഷണൽ കോഴ്സസ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ പലപ്പോഴും ഇത് നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്ന ഇൻഡസ്ട്രിയുടെ വൊക്കേഷന് പ്രയോജനപ്പെടുന്ന രീതിയിലുള്ള കാര്യങ്ങളല്ല വരുന്നത്. അതുകൊണ്ട് തന്നെ അസാപ്പ് പോലുള്ള മേഖലയിലുള്ള ഏജൻസീസ് ഇത് ടേക്കപ്പ് ചെയ്യുമ്പോൾ അത്തരം വൊക്കേഷണൽ പ്രോഗ്രാംസ് കൊണ്ടുവരികയാണെങ്കിൽ പ്രോബബ്ലി ആ വൊക്കേഷണലൈസേഷൻ പ്രോഗ്രാം ഓഫ് എഡ്യൂക്കേഷൻ കുഡ് ബിക്കം മോർ പ്രൊഡക്റ്റീവ് rather than just making some courses available, made available. And this is one thing which is being discussed by the Polo Studies in Mahatma Gandhi University also. The third was we had a very good erudite program wherein there are a lot many academicians, brilliant people who could be brought into it. But somewhere along that got derailed. Now, ഇതിനെ ഒന്ന് റിവൈവ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഇത്തരം അക്കാഡമിക് ആയിട്ടുള്ള പ്രവാസികൾക്ക് യൂണിവേഴ്സിറ്റികളും അതുപോലെ തന്നെ മറ്റ് I'm generally talking about all education sector, not just higher education. It would be useful for them because പലപ്പോഴും കേരള സയൻസ് കോൺഗ്രസിന്റെ ചിൽഡ്രൻ കോൺഗ്രസ് പ്രോഗ്രാമിൽ അവതരിപ്പിക്കപ്പെടുന്ന കാര്യങ്ങൾ ആ ഒരു കാലഘട്ടം കഴിഞ്ഞ് പിന്നെ മുന്നോട്ട് നീങ്ങി പോകുന്നില്ല. We are talking about entrepreneurship and everything that is coming up. But ഈ ചിൽഡ്രൻസ് കോൺഗ്രസിൽ അവതരിപ്പിക്കപ്പെടുന്ന തീമുകൾ മുന്നോട്ട് നീങ്ങി പോകുന്നില്ല പലപ്പോഴും പല കാര്യങ്ങളും. അത് റിവൈവ് ചെയ്യാനായിട്ട് ഇത്തരം സംരംഭങ്ങൾ ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം, particularly with the startup missions government has initiated. So these are just a few suggestions which I just wanted to share. Fine. At 12, I think it's an appropriate time to stop. No? Okay. ഞാൻ വരുന്നത് കോതമംഗലം താലൂക്കിലെ നേരിമംഗലം വില്ലേജിലെ ഒരു ഗ്രാമത്തിൽ. ഒരു 10 വർഷം മുമ്പ് ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഞങ്ങളുടെ ആ ഗ്രാമത്തിലൊരു 5-6 കടകളും ഒരു ക്ലബും ഒരു വായനശാലയും ഉണ്ടായിരുന്നു. ഇന്ന് ചെന്ന് നോക്കി കഴിയുമ്പോൾ അവിടെ ഒരു കടകളോ ഒന്നുമില്ല, ക്ലബും ഇല്ല, വായനശാലയില്ല. അന്ന് ഉണ്ടായിരുന്ന ആ ഒരു ഗ്രാമം ഇന്നത്തെ ഒരു ഗ്രാമത്തിലെ അവസ്ഥ നോക്കുകയാണെങ്കിൽ ഇന്ന് ആകെ അവിടെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട്. ബസ്സിന്റെ സമയമാകുമ്പോൾ 2-3 പേര് ബസ് കയറാൻ വരുന്നു, അത്രേ ഉള്ളൂ. എന്നാൽ ഒരു 10 വർഷം മുമ്പ് നോക്കുകയാണെങ്കിൽ ഈ വായനശാലകളും ക്ലബും കടകളും എല്ലാം സജീവമാണ്. നമ്മുടെ ഒരു വായനശാല കേന്ദ്രീകരിച്ച് ആളുകൾ ബുക്ക് എടുക്കുന്നു, വായിക്കുന്നു. അങ്ങനെ ഒരു നോളജ് ബേസ്ഡ് ഒരു സൊസൈറ്റി ചെറിയ തോതിൽ നമ്മുടെ ഗ്രാമങ്ങളിൽ ഉണ്ടാകും. ഇന്ന് ആ ഒരു കാര്യം
എന്തുകൊണ്ടോ കാണുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഗ്രാമങ്ങളിലുള്ള മാതാപിതാക്കളും പ്രായമായവരും കൃത്യമായിട്ട് എന്താണ് ഇന്നത്തെ ആധുനിക സമൂഹത്തില് അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നടക്കുന്നത് എന്താണെന്ന് അവർ അറിയുന്നില്ല. കാരണം അവർക്ക് അതിന് പറ്റുന്ന സ്രോതസ്സുകളില്ല. നമ്മുടെ ദൃശ്യമാധ്യമങ്ങളിൽ നിന്ന് അത്ര ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ അവബോധം കിട്ടുന്ന രീതിയിലുള്ള കാര്യങ്ങൾ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ അവര് വളരെ ആശങ്കാവില്ല. അതുകൊണ്ട് തന്നെ പുതിയ തലമുറയെ അവര് ഒരു കോഴ്സ് കഴിയുമ്പോഴത്തേക്കും ഒന്ന് ചൂടാക്കാൻ വേണ്ടി അനാവശ്യമായിട്ടുള്ള സമ്മർദ്ദമൊക്കെ ചെലുത്തുന്നുണ്ട്. അത് എൻ്റെ അച്ഛനമ്മയും കർഷകർ. അപ്പോൾ കുറെ ആ സമ്മർദ്ദം ഞാൻ നേരിട്ടുകൊണ്ടിരിക്കുന്നതാണ്, അല്ലെങ്കിൽ നേരിട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഗ്രാമീണ മേഖലയിൽ ഇതുപോലെ പഞ്ചായത്ത്, ലോക്കൽ ബോഡി ഇവർ കേന്ദ്രീകരിച്ച് പഴയ പോലെ തന്നെ വായനശാലകളും ക്ലബുകളും ആരംഭിക്കുകയാണെങ്കിൽ നമ്മുടെ വിജ്ഞാന മേഖലയിൽ പുതിയ തലമുറയും പഴയ തലമുറയും തമ്മിലുള്ള ഒരു ഡിവൈഡ് കുറയ്ക്കാൻ പറ്റുകയും നമ്മുടെ ഇപ്പോൾ ഈ ആശയം എല്ലാവരിലേക്കും ഒരുപോലെ എത്തുകയും അത് താഴെ തട്ടിൽ അതിന്റെ ഒരു പ്രതിഫലനം ഉണ്ടാവുകയും അത് ദീർഘകാലം ഉള്ള മുന്നേറ്റത്തിന് ഉപകാരപ്പെടുമെന്ന് എനിക്ക് തോന്നി. Yeah. Yes, we can discuss that also. Okay. Yes, return migrants on second day. Our skill കാര്യങ്ങൾ. Yeah. Yes. Look. So I think we'll close for the day. ഉണ്ടെങ്കിൽ റാപ്പിഡ് ഫയർ ടൈം കുസാറ്റിൽ പോകേണ്ടത്. പിന്നെ ആരതിയുടെ ഡിപ്പാർട്ട്മെന്റ്. സത്യത്തിലെ സാറിന്റെ ഒരു പ്രസന്റേഷൻ നമ്മുടെ കേരള സമ്പദ് വ്യവസ്ഥയുടെയും കേരള വികസനത്തിന്റെയും ആശങ്കകളും പ്രതീക്ഷകളും ഒരേപോലെ പങ്കുവെക്കുന്നതായിരുന്നു. തീർച്ചയായിട്ടും മഹാത്മാഗാന്ധി സർവകലാശാലയിൽ ഈ കമ്മ്യൂണിറ്റിക്ക് ഈ 2023 ഈ മാസം 19 മുതൽ 21 വരെ നടക്കുന്ന ഈ കോൺക്ലേവിൽ വലിയ പങ്കാളിത്തം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇടപെടാൻ കഴിയും എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടുകൂടി സാറ് ഞങ്ങളോട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്തതിനുള്ള സർവകലാശാല കമ്മ്യൂണിറ്റിയുടെ നന്ദി രേഖപ്പെടുത്തുന്നു. ഓക്കെ, സോ നമ്മുടെ ഒരു ധാരണ, വൺ university teachers, senior students, affiliated college teachers, all of them will join in. അത് ചെയ്യാവുന്നുള്ളൂ ഓൺലൈൻ. You don't have to come physically to Tiruvalla. Second, നമ്മളിവിടെ പഠിച്ച് പുറത്തുള്ള നിങ്ങൾക്ക് നേരിട്ട് അറിയാവുന്ന ആളുകളുടെ ഇമെയിൽ ID പ്ലസ് അവരുടെ വിഷയം ഇത് തന്നു കഴിഞ്ഞാൽ ഞങ്ങൾ അവരെ ക്ഷണിച്ചോളാം. അവർക്ക് അറിയത്തില്ല, നിങ്ങൾക്ക് അറിയത്തും. അതിനു വേണ്ടിയിട്ടാണ് വന്നത്. അവരെല്ലാവരെയും ക്ഷണിക്കണമെന്ന് ആഗ്രഹമുണ്ട്. യു ക്യാൻ ടേക്ക് ദ ഫ്രീഡം. ഇങ്ങനെ സെമിനാർ ഉണ്ട്, നിങ്ങൾ അതിൽ പങ്കെടുക്കണം എന്ന് ഞങ്ങൾക്ക് വേണ്ടി ആരെങ്കിലും പറയാൻ തയ്യാറുണ്ടെങ്കിൽ യു ആർ ഫ്രീ ടു ഡു ദാറ്റ്. യു ഷുഡ് ഡു ദാറ്റ്. ലാസ്റ്റ്, ആരെങ്കിലും നിങ്ങളിൽ പേപ്പറുകൾ അവതരിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ അബ്സ്ട്രാക്ട് തരാൻ രജിസ്റ്റർ ചെയ്യുക. എവരിബഡി വിൽ ഹാവ് ടു രജിസ്റ്റർ. അതിന് കോസ്റ്റ് ഒന്നുമില്ല അൺലെസ് യു ആർ ഫിസിക്കലി പാർട്ടിസിപ്പേറ്റിംഗ്. അപ്പം നമുക്ക് അവിടെ ചിലവ് താമസത്തിൻ്റെ ഒക്കെ വരുന്നുണ്ട്, 1000 rupees. പക്ഷെ ഓൺലൈൻ ആണെങ്കിൽ ജസ്റ്റ് ഫ്രീ. ക്യാൻ ജസ്റ്റ് രജിസ്റ്റർ യുവർസെൽഫ്. രജിസ്റ്റർ ചെയ്യുക, പങ്കെടുക്കാം, എന്നെ വിജയിപ്പിക്കാൻ സഹായിക്കാം. ഇറ്റ് വാസ് വെരി ഗുഡ് ഇന്ററാക്ഷൻ. താങ്ക് യു വെരി മച്ച്. ഞാനേ ആ കുട്ടിയുടെ ഞാനൊന്ന് അരിഭക്ഷണമൊക്കെ ഉണ്ടാക്കി. കപ്ലി 0 കാർബൺ ഒരു ഹൃദയം പോറാണ് എന്ന പ്രശ്നം. ഞാൻ അവരുടെ ഡിപ്പാർട്ട്മെന്റിൽ പോയി കുട്ടികളെ ആഴ്ച ക്ലാസ് നടക്കില്ല. ക്ലാസ് എടുക്കാൻ വേണ്ടി